നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടോ ടാക്സ് അടയ്ക്കൂ, ലോസ് ഉണ്ടോ ടാക്സ് വേണ്ട. ഓക്കെ. അപ്പോൾ ഈ P2P വഴി ക്രിപ്റ്റോ വാങ്ങുന്നവരെല്ലാം തന്നെ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഭയങ്കരമായിട്ടുള്ളൊരു ആവശ്യമുണ്ടല്ലോ അവിടെ. ഏരിയ ആണത്. പക്ഷേ ആർക്കും അത്ര വലിയ താല്പര്യമുള്ള പരിപാടിയല്ല ഈ ടാക്സ് അടയ്ക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം പാൻ ലിങ്ക്ഡ് ആണല്ലോ. അപ്പോൾ അതിലേക്ക് വരുന്ന എല്ലാ ട്രാൻസാക്ഷനെയും കുറിച്ച് ഗവൺമെന്റിന് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവും. സ്ട്രിക്റ്റ് ആക്കി എന്നുള്ളതാണ് അതിലുള്ള ചേഞ്ച്. കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി. കുറച്ചുകൂടി സ്ട്രോങ് ആക്കി. ഇംപ്രസൺമെന്റ് വരെ നിങ്ങൾക്ക് ലഭിക്കാം. ഒരു 7 years വരെ വേണമെങ്കിൽ ജയിലിൽ കിടക്കാം. നിങ്ങൾക്ക് ഇൻകം ഉണ്ടോ അതുമ്പോൾ ടാക്സ് അടച്ചോ. ഈ ഒരു രീതിയാണ് ഗവൺമെന്റ് ഫോളോ ചെയ്യുന്നത്. ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ, നിങ്ങൾ ജയിലിലാകാനായിട്ടുള്ള ചാൻസ് വരെ അവിടെ ഉണ്ട്. ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2008 ബിറ്റ് കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മുതൽ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് ഡിസ്കഷൻസും ഒരുപാട് ഡിബേറ്റ്സും ഒക്കെ നടന്നു വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഒരു ഘട്ടം എത്തിയപ്പോൾ RBI ഇതിനെ ബാൻ ചെയ്തുകൊണ്ടുള്ള ഒരു സർക്കുലർ ഇറക്കുകയുണ്ടായി. ആൻഡ് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സുപ്രീം കോടതി ആ ബാൻ എടുത്ത് നീക്കിക്കൊണ്ടുള്ള ഒരു കോർട്ട് ഓർഡർ ഒക്കെ ഇറക്കുകയുണ്ടായി. അന്ന് മുതൽ ഇന്ത്യയിൽ ക്രിപ്റ്റോ അഡോപ്ഷൻ വളരെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2024 ഗ്ലോബൽ ക്രിപ്റ്റോ അഡോപ്ഷൻ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അതിൽ 1ാം റാങ്കിൽ നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. എന്നിരുന്നാലും 2020 ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്രിപ്റ്റോ ടാക്സിന്റെ ബേസ് ചെയ്തുകൊണ്ട് 30% ക്രിപ്റ്റോ ടാക്സും 1% TDS ഒക്കെ വന്നപ്പോൾ ക്രിപ്റ്റോ ട്രേഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഇതിന്റെ മേലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ശ്രമിക്കുന്നത് ആ കൺഫ്യൂഷൻസ് എല്ലാം തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓഫ് കോഴ്സ് ഞാനല്ല അത് ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ തരാൻ സാധിക്കുന്ന ഒരു 7 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടാക്സ് എക്സ്പേർട്ട് നമ്മുടെ കൂടെയുണ്ട്. സോ അദ്ദേഹമായിരിക്കും ഇന്ന് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ തരാനായിട്ട് പോകുന്നത്. സോ സനാദ്, വെൽക്കം ടു ദി ഷോ. അപ്പോൾ സനാദ്, എനിക്ക് സനാദിനെ നേരിട്ടറിയാം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സനാദിനെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തിക്കോ. ഹായ്, ഞാനൊരു മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആണ്. ഒരു സെമി ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയാണ്. തൃശ്ശൂർ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന IMC എന്ന സ്ഥാപനത്തിന്റെ ഫൗണ്ടറും കൂടിയാണ്. വാൾ സ്ട്രീറ്റിന്റെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിന് ബിനോയോട് നന്ദി പറയുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പോൾ സനാദ്, ഈ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ആ ഒരു സംഗതി, അതിനെ പറ്റിയിട്ട് നമ്മുടെ സാധാരണ ആളുകൾക്കിടയിൽ ഒരുപാട് കൺഫ്യൂഷൻസും, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഈ സാധനം എന്ന് കറക്റ്റായിട്ട് അറിയില്ല. അവർ എവിടെയൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ എന്താണ് ഇൻകം ടാക്സ്, എന്തിനാണ് ഇൻകം ടാക്സ്, ആരൊക്കെ ഈ ഇൻകം ടാക്സ് അടയ്ക്കണം, ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് അല്ലെങ്കിൽ ഒരു ഐഡിയ ആളുകളിലേക്ക് കൊടുക്കുന്ന രീതിയിൽ സനാദിനെ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടാവുമല്ലോ. സോ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ബേസിക്കലി ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി കഴിഞ്ഞൊരു ഫിനാൻഷ്യൽ ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിൻ്റെ മുകളിലായിട്ട് ഗവൺമെൻറ് മാൻഡേറ്ററി ആയിട്ട് ലെവി ചെയ്യുന്ന ഒരു ടാക്സ് ആണ് ഇൻകം ടാക്സ്. ഇതൊരു ഡയറക്റ്റ് ടാക്സ് ആണ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയിൽ നിന്ന് ഗവൺമെൻറ് ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഒരു ടാക്സ് എന്നൊരു ബേസിലാണ്. നമുക്ക് മെയിൻലി ഇന്ത്യയിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് ഉണ്ട്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് GST ആണ്. GST പോലെയുള്ള ടാക്സാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ടാക്സ് വരുന്നത് ഇൻകം ടാക്സ് ആണ്. സോ ഇതൊരു പ്രോഗ്രസീവ് നേച്ചറിൽ വർക്ക് ചെയ്യുന്ന ഒരു ടാക്സ് ആണ്. നമ്മൾ എത്രത്തോളം ഏൺ ചെയ്യുന്നോ അതിനനുസരിച്ച് കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇൻകം ടാക്സ് ആക്ട് 1961 ആണ് ഇതെല്ലാം ഗവേൺ ചെയ്യുന്നത്. അപ്പോൾ ആരാണ് ടാക്സ് അടയ്ക്കേണ്ടതെന്നൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നല്ലോ. അതിൽ നമുക്കൊരു സ്പെസിഫൈഡ് ലിമിറ്റ് ഓഫ് ഇൻകം ഉണ്ട്. അതിന് മുകളിൽ ഏൺ ചെയ്യുന്നവർ എല്ലാവരും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനും ടാക്സ് അടയ്ക്കാനും ബാധ്യസ്ഥരാണ്. ടാക്സ് അടയ്ക്കുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. അതിൽ പല ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ആളുടെ ഏജ്, നേച്ചർ ഓഫ് ഇൻകം, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജനറലി പറയുകയാണെങ്കിൽ ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് ഇൻകത്തിന് മുകളിൽ ഏൺ ചെയ്യുന്നവർ ടാക്സ് അടയ്ക്കണം. പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ ആളുകൾ ഇതിനെ പറ്റിയിട്ട് ബോധേഡല്ല. ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ സമ്പാദിക്കുന്ന ആളുകൾ പോലും അവർ ഈ ഇൻകം ടാക്സിൻ്റെ ഭാഗത്തേക്ക് നോക്കാറ് പോലുമില്ല, അല്ലെങ്കിൽ ടാക്സ് ഫയൽ ചെയ്യാറ് പോലുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് അവർക്ക് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സോ നമ്മൾ ബേസിക്കലി ടാക്സ് അടയ്ക്കുന്നത് കഴിഞ്ഞൊരു 12 മാസക്കാലത്തെ ഇൻകത്തിന് മുകളിലാണ്. അപ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെ ഇൻകം കിട്ടിയിട്ടുണ്ടെന്ന് ഗവൺമെൻറ്റിന് അറിയാൻ പറ്റും. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഒരുപാട് റിപ്പോർട്ട്സുകളുണ്ട്. സേ AIS, അതേപോലെ TIS, 26IS, ഇതിലൊക്കെ ഒരുപാട് റിപ്പോർട്ടിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾക്ക് എവിടെ നിന്നൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്തു, എവിടെയൊക്കെ ഇൻകം അക്രൂവ് ആയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുണ്ടായിട്ടും നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു നോട്ടീസ് പ്രതീക്ഷിക്കാം ഇൻകം ടാക്സിൻ്റെ ഭാഗത്തു നിന്ന്. ഓക്കെ. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന ഫണ്ടെല്ലാം തന്നെ ഗവൺമെൻറ്റിന് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം പാൻ ലിങ്ക്ഡ് ആണല്ലോ. അപ്പോൾ അതിലേക്ക് വരുന്ന എല്ലാ ട്രാൻസാക്ഷനെയും കുറിച്ച് ഗവൺമെൻറ്റിന് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവും. ബാങ്ക് ഒരു റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ആണ്. അപ്പോൾ ബാങ്ക് തന്നെ ആ റിപ്പോർട്ട്സ് ഗവൺമെൻറ്റിന് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബാങ്ക് ത്രൂ അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ വരുമാനം സ്വീകരിക്കുന്നത്. ഇപ്പോൾ ശമ്പളമായിട്ട്, അല്ലെങ്കിൽ ഒരു ശമ്പളം വാങ്ങുന്ന വ്യക്തി ക്യാഷ് ആയിട്ടാണ് ഫണ്ട് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഗവൺമെൻറ്റിനെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാൾ ഈ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? ചുരുക്കി പറയുകയാണെങ്കിൽ ഇല്ല. അതൊരു എവിടെയും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പറഞ്ഞ പോലെ തന്നെ ക്യാഷ് ആയിട്ട് വാങ്ങിക്കുമ്പം എവിടെയും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ആസ് എ റെസ്പോൺസിബിൾ ഇന്ത്യൻ സിറ്റിസൺ ടാക്സ് അടയ്ക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ആർക്കും അത്ര വലിയ താല്പര്യമുള്ള പരിപാടിയല്ല ഈ ടാക്സ് അടയ്ക്കുക എന്ന് പറയുന്നത്. അതെ. ഓക്കെ. അപ്പോൾ നമ്മുടെ മെയിൻ പോയിന്റിലേക്ക് വരാം. നമ്മൾ നോർമൽ ആയിട്ടുള്ള ഇൻകം ടാക്സിനെ പറ്റിയിട്ട് സംസാരിച്ചു.
ഇനി ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ടാക്സും നമ്മുടെ ഈ ക്രിപ്റ്റോ ടാക്സും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്താ? ക്രിപ്റ്റോ ടാക്സിലേക്ക് വരുമ്പോൾ അവിടെ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതിൽ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ടാക്സ് റേറ്റ് തന്നെയാണ്. ഹൈയസ്റ്റ് ടാക്സ് റേറ്റ് ആണ്. 30% ടാക്സ് റേറ്റ് ആണ് ഫ്ലാറ്റ് ആയിട്ട് അവർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ബേസിക് എക്സംപ്ഷൻ ലിമിറ്റ് എന്ന സംഭവം ഇല്ല അതിൽ. ബേസിക് എക്സംപ്ഷൻ ലിമിറ്റ് ഇല്ല, സ്ലാബ് റേറ്റുകളില്ല, എക്സ്പെൻസ് റിഡക്ഷൻ കിട്ടില്ല. ഒന്നും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇൻകം ഉണ്ടോ അതുമ്മ ടാക്സ് അടച്ചോ. ഈ ഒരു രീതിയാണ് ഗവൺമെൻറ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ. അത് നമ്മുടെ നോർമൽ ഇൻകം ടാക്സിലേക്ക് വരുമ്പോൾ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻകത്തിന് മേലെ കിട്ടുകയാണെങ്കിൽ മാത്രം ടാക്സ് അടച്ചാൽ മതി. പക്ഷേ ക്രിപ്റ്റോയിലേക്ക് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടിയാലും അവിടെ ടാക്സ് അടയ്ക്കണം. അതും 30% ടാക്സ് അടയ്ക്കണം എന്നുള്ള രീതിയിലാണ് ആ ഒരു ബില്ല് വന്നിട്ടുള്ളത് അല്ലേ? അതെ, അതെ, അതെ. ഇപ്പോൾ ഇപ്പോൾ 2025 ഏറ്റവും റീസെന്റ് ആയിട്ട് ഇപ്പോൾ ഒരു ബില്ല് വന്നല്ലോ. അതിലെന്തെങ്കിലും ഈ ക്രിപ്റ്റോ ടാക്സ് ആദ്യം വന്ന ബില്ലും ഇപ്പോൾ വന്ന ബില്ലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ടോ? ടാക്സ് റേറ്റിനെ സംബന്ധിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല. അവർ കൂടുതൽ നിയമം സ്ട്രിക്റ്റ് ആക്കി എന്നുള്ളതാണ് അതിലുള്ള ചേഞ്ച്. കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി. കുറച്ചുകൂടി സ്ട്രോങ് ആക്കി. ഓക്കെ. അവർക്ക് ആക്സസ് ചെയ്യാവുന്ന രീതിക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് റിപ്പോർട്ട് കിട്ടുന്ന രീതിക്ക് ആ നിയമത്തിനെ അവർ മാറ്റി. ഓക്കെ. അതായത് ഇപ്പോൾ കൂടുതൽ എക്സ്ചേഞ്ചസ് ഇപ്പോൾ FIU രജിസ്ട്രേഷനൊക്കെ കുറേ എക്സ്ചേഞ്ചസിന് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമൊന്നും അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇവർക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഇൻകം കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അതെ, നിലവിൽ. അതെ. അതിൽ KYC അതാണ് എടുത്ത് പറയാനുള്ള കാര്യം. എല്ലാവരുടെയും KYC അടുത്ത് തന്നെ കംപ്ലീറ്റ്ലി നിർബന്ധമാക്കാണ്. ഓക്കെ. അപ്പോൾ അതുവഴി ഗവൺമെന്റിന് എല്ലാ ട്രാൻസാക്ഷനും ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അതായത് ഇപ്പോൾ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾക്കെല്ലാം തന്നെ KYC നിർബന്ധമാക്കിയിട്ട് അതുവഴി നമ്മുടെ ഇൻകം അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ മാറ്റാൻ അതിലേക്ക് പോവാണ്. മാറ്റും. അതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഫിനാൻസ് ബിൽ 2025 അതിൽ ഒരു 3 പോയിന്റ്സ് വരെ ആഡ് ചെയ്തിട്ടുണ്ട്. ക്രിപ്റ്റോ എക്സ്ചേഞ്ചസിനുള്ളൊരു അഡ്വൈസ് അല്ലെങ്കിൽ അവരോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അതേപോലെ തന്നെ ഈ VDA എന്ന് പറയുന്ന സെക്ഷൻ്റെ പ്രിവ്യൂ അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ VDA സെക്ഷനെ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസീസിനെ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം എന്നൊരു നേച്ചറിൻ്റെ പ്രിവ്യൂയിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാതെ എന്തെങ്കിലും ഇൻകം നമുക്ക് ജനറേറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇൻകം വരുന്നു, ക്രെഡിറ്റുകൾ വരുന്നു, നമ്മളതിനെപ്പറ്റി എവരും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നല്ലൊരു ഹെവി പെനാൽറ്റി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ക്രിപ്റ്റോയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇൻകം നമ്മൾ അത് ഫയൽ ചെയ്തില്ല, കൃത്യമായിട്ട് അത് ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂജ് പെനാൽറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണോ പറഞ്ഞു വരുന്നത്? അതെ, കറക്റ്റാണ്. അതായത് ഈ ഫിനാൻസ് ബില്ലിൽ എല്ലാ ക്രിപ്റ്റോ എക്സ്ചേഞ്ചസിൻ്റെ അടുത്തും ഒരു ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾ എല്ലാവരുടെയും KYC നിർബന്ധമാക്കണം. ഇതുവരെ ഗവൺമെൻറ്റിന് കിട്ടിയിരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് TDS ഫയലിംഗ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഇൻകം അത് മാത്രമേ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ റിഫ്ലക്റ്റ് ആയി വരുന്നുള്ളൂ. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. നമ്മൾ ഓരോ എക്സ്ചേഞ്ചസിൽ നടത്തുന്ന സെയിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫേഴ്സ് അല്ലെങ്കിൽ പർച്ചേസ്, ഹോൾഡിംഗ് ഇതിൻ്റെ എല്ലാ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് ഇനി പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ചേഞ്ചാണ്, അമെൻമെൻറ്റാണ് ഈ ഫിനാൻസ് ബില്ല് വഴി ഗവൺമെൻറ് വരുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് അത് ഭയങ്കര വലിയൊരു തലവേദനയാകാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് കിട്ടും. എല്ലാ അതെ, റെക്കോർഡ്സും കിട്ടും. അതെ. അത് മെയിൻലി ഡിസ്ക്ലോസ് ചെയ്യേണ്ട എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു തലവേദനയാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്രിപ്റ്റോ എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജിയുടെ ഒരു ബേസിക് കോൺസെപ്റ്റ് തന്നെ ഈ ഡീസെൻട്രലൈസേഷൻ ആണ്. അപ്പോൾ അതിന് ഒരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ബില്ലൊക്കെ നീക്കം. വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളൊരു പോയിന്റ് ഈ VDA എന്ന് പറയുന്ന സെക്ഷൻ്റെ പ്രിവ്യൂയിലേക്ക് ക്രിപ്റ്റോഗ്രാഫിക് മീൻസിൽ ജനറേറ്റ് ചെയ്യുന്ന എല്ലാ അസറ്റും അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെ അവർ കുറച്ച് അസറ്റുകൾ ക്രിപ്റ്റോ കറൻസീസ്, ടോക്കൺസ്, NFTs ഇങ്ങനെയൊക്കെ എടുത്ത് പറഞ്ഞിരുന്നു. ഇനി മുതൽ ക്രിപ്റ്റോഗ്രാഫിക് ബേസിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന എന്ത് അസറ്റ് ആയിക്കോട്ടെ അതിനെല്ലാം VDA എന്ന് പറയുന്ന സെക്ഷൻ്റെ കീഴിലേക്ക് അവർ കൊണ്ടുവരാണ്. അപ്പോൾ അതിന്മേലെല്ലാം നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇൻകം ജനറേറ്റ് ആവുകയാണെങ്കിൽ 30% ടാക്സ് എന്തായാലും അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ പറ്റിയിട്ട് ഇപ്പോൾ ബ്രോ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ടെല്ലാം തന്നെ ഇപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ ക്രിപ്റ്റോ ട്രേഡിംഗ് ചെയ്യുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായാലും അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായാലും ഇവരൊന്നും ഇതിനെപ്പറ്റി ബോധേടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഇവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവാനായിട്ടുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പെനാൽറ്റി അത് എത്രത്തോളം വലുതായിരിക്കും? ചുരുക്കി പറയുകയാണെങ്കിൽ നല്ലൊരു ഹെവി ഫൈൻ തന്നെയാണ് വരാനിരിക്കുന്നത്. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഈ പറഞ്ഞ ഇൻകങ്ങളെല്ലാം കയറി വരുന്നത്. അവിടുന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. അൺഡിസ്ക്ലോസ്ഡ് ഇൻകത്തിൻ്റെ ഒരു കാറ്റഗറിയിലേക്കാണ് അത് കയറി വരുന്നത്. ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഫിനാൻസ് ബില്ലും അതിനെപ്പറ്റിയാണ് മെയിൻലി പറയുന്നത്. നമ്മളിപ്പോൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്തില്ലെങ്കിൽ ബ്ലോക്ക്ഡ് അസസ്മെൻറ്റ് എന്നൊരു കാറ്റഗറിയിൽ വരുത്തിയിട്ട് 60% അടയ്ക്കുന്നതിൻ്റെ നമുക്ക് എത്രയാണ് അടയ്ക്കാനുണ്ടായിരുന്നത് അതിൻ്റെ ഡബിൾ 200% ആണ് പിന്നെ ചാർജ് ചെയ്യാൻ പോകുന്ന ടാക്സ്. അതിൻ്റെ കൂടെ തന്നെ പെനാൽറ്റി വേറെ ഉണ്ടാവും. പിന്നീട് എപ്പോഴെങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ആയിട്ട് കണക്ക് കൂട്ടി അതിൻ്റെ ഡബിൾ ടാക്സേഷനാണ് ചാർജ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 30% ആയിരിക്കും ശരിക്കും അടയ്ക്കാനുള്ള ടാക്സ്. അത് സമയത്ത് അടച്ചില്ല. അതിൻ്റെ പേരിൽ നമ്മൾ പിന്നെ അടയ്ക്കേണ്ടി വരുന്നത് 60% ആയിരിക്കും. ഒരു 1 lakh ഏൺ ചെയ്ത ആൾ അടയ്ക്കേണ്ടി വരുന്നത് 60,000 രൂപയായിരിക്കും. ഇപ്പോൾ ഡബിൾ ടാക്സേഷനാണ് വരുന്നത്. അതേപോലെ അഡ്വാൻസ് ടാക്സിൻ്റെ പ്രൊവിഷൻസും വരുന്നുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 10,000 രൂപയ്ക്ക് മുകളിലാണ് ടാക്സ് അടയ്ക്കേണ്ടതെങ്കിൽ അയാൾ
ആ വർഷത്തിലെ 4 ക്വാർട്ടറിലായിട്ട് മുഴുവൻ ടാക്സും അടച്ചു തീർക്കണം. അങ്ങനെ അടച്ചില്ല എങ്കിൽ എപ്പോഴാണോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു ഇൻകം കണ്ടുപിടിക്കുന്നത് ആ ഒരു ഡേറ്റ് വരെ അതിന് ഇൻട്രസ്റ്റ് അവർ കളക്ട് ചെയ്യും. അതേപോലെ തന്നെ ഒരു വലിയൊരു എമൗണ്ട് ആണ് നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ അതുമേ ഇംപ്രസൺമെന്റ് വരെ നിങ്ങൾക്ക് ലഭിക്കാം. ഒരു 7 ഇയേഴ്സ് വരെ വേണമെങ്കിൽ ജയിലിൽ കിടക്കാം. ഓക്കെ. അപ്പോൾ വലിയൊരു തലവേദനയാണ് ശരിക്കും. അതായത് അതെ. ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ. നിങ്ങൾ ജയിലിലാകാനായിട്ടുള്ള ചാൻസ് വരെ അവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വർഷം അതായത് ഇപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള അറിവ് ആളുകൾക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള വീഡിയോസിലൂടെ ആളുകൾക്ക് ഇത് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതറിയാതെ ഇത് കഴിഞ്ഞ വർഷം ഇത് ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഇനി വരാൻ ചാൻസ് ഉണ്ടോ? നിങ്ങൾ വലിയൊരു എമൗണ്ട് ആണ് ഇതേപോലെ ഡിസ്ക്ലോസ് ചെയ്യാതെ വെച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്കത് ഇൻകം ടാക്സ് റിവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ITR യു എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റഡ് റിട്ടേൺ നിങ്ങൾക്ക് ഫയൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ ചെയ്യാൻ മറന്നുപോയതോ ചെയ്യാതിരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാം. പക്ഷെ അതിൻ്റെ ചെറിയൊരു പെനാൽറ്റി എമൗണ്ട് കൂടെ അതിൽ അടയ്ക്കേണ്ടി വരും. എത്രയാണോ നിങ്ങളുടെ ടാക്സ് സ്ലാബ് വരുന്നത് അതിനനുസരിച്ച് ആ പെനാൽറ്റി മാറും. പക്ഷേ ഇംപ്രസൺമെന്റും ബാക്കിയുള്ള തലവേദനകളൊക്കെ നമുക്ക് അതിലൂടെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ ഡിസ്ക്ലോസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വർഷം അത് കറക്റ്റായിട്ട് അത് ചെയ്തു പൊക്കോ. അല്ലെങ്കിൽ വളരെ വലിയൊരു തലവേദനയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുന്നവരെല്ലാം തന്നെ ക്രിപ്റ്റോ ഫ്യൂച്ചേഴ്സ് ആണ് ട്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അറിയാലോ. അപ്പോൾ ക്രിപ്റ്റോയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് ക്രിപ്റ്റോ ഫ്യൂച്ചേഴ്സ് ആണ്. അപ്പോൾ ഈ ക്രിപ്റ്റോ ഫ്യൂച്ചേഴ്സിന് ടാക്സ് വേണ്ട എന്നുള്ള രീതിയിൽ ചില എക്സ്ചേഞ്ചുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും ഉള്ളത് തന്നെയാണോ? ക്രിപ്റ്റോ ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നവർക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ലേ? അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു വാർത്തയാണ്. നോർമലി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പറയുന്നത് റീസെൻ്റ്ലി ഒരു പ്രൊവിസോ സെക്ഷൻ 43 സബ്സെക്ഷൻ 5 ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്നത് ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിൽ പ്ലസ് അതിന് നമ്മൾ കമ്മോഡിറ്റി ടാക്സ് പേ ചെയ്യുന്നുണ്ട്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത് സ്പെക്കുലേറ്റീവ് നേച്ചർ അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷേ ക്രിപ്റ്റോനെ കുറിച്ച് അതിലൊന്നും പറയുന്നില്ല. അത് ശരിക്കും ഒരു ഗ്രേ ഏരിയ ആണ്. നമുക്കതിനെ 2 വ്യൂ പോയിന്റിൽ എടുക്കാം. ഒന്നുകിൽ 30% ആയിട്ട് ക്രിപ്റ്റോയ്ക്ക് എങ്ങനെയാണ് അടയ്ക്കുന്നത് അതേപോലെ തന്നെ അതുമൂലം വരുന്ന ഗെയിനിന് നമുക്ക് ടാക്സ് അടയ്ക്കാം. അതല്ലെങ്കിൽ കേസ് ടു കേസ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ബേസിക് എക്സംഷൻ ലിമിറ്റ് കാര്യങ്ങൾ ടാക്സ് സ്ലാബ് വെച്ച് നമുക്കതിനെ ബിസിനസ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. 2 വ്യൂ പോയിന്റും ഇപ്പോൾ നിലവിലുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ക്ലയൻറ്റിൻ്റെ നേച്ചർ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അല്ല, ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പം നോർമലായിട്ടുള്ള ഇപ്പം എന്നെപ്പോലുള്ള അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ആദ്യമായിട്ട് ക്രിപ്റ്റോ ട്രേഡിംഗ് പഠിച്ചിട്ട് അത് ചെയ്യാൻ വരുന്ന ഒരാൾ അവർ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ചെയ്യുമ്പോൾ അവരത് ഏത് രീതിയിലാണ് ഈ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗിൽ നിന്ന് കിട്ടുന്ന ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ? നമുക്കത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിപ്റ്റോനെ എപ്പോഴും ഒരു സ്പെക്കുലേറ്റീവ് നേച്ചറായിട്ടാണ് അതിൽ കാണുന്നത്. നേരത്തെ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അതൊരു സ്പെക്കുലേറ്റീവ് ഇൻകം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബെനിഫിറ്റ് മാത്രം നോക്കാതെ ഗവൺമെൻറ്റിൽ നിന്ന് ഫ്യൂച്ചറിൽ വരാവുന്ന കുറച്ച് ഇൻ്റർവെൻഷൻസ് അതിനെ അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം. സോ 30% ടാക്സ് അടച്ചു കഴിഞ്ഞാൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ എത്രത്തോളം നമുക്ക് ഇൻകം ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ വോളിയം അനുസരിച്ച് നമുക്കത് തീരുമാനം എടുക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ശരിക്കും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു ഏരിയയാണ്. അപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ആദ്യമായിട്ട് ക്രിപ്റ്റോ ട്രേഡിംഗ് പഠിച്ച് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ അയാൾ ഏത് രീതിയിലായിരിക്കും ഇവിടെ ഫയൽ ചെയ്യേണ്ടി വരിക? അയാൾക്ക് ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ അയാൾക്ക് എന്താണ് ചെയ്യാനായിട്ട് പറ്റുക ഈ ഒരു കാര്യത്തിൽ? ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ ഇൻകം ടാക്സിൻ്റെ ഭാഗത്തുനിന്ന് അതിന് സ്പെസിഫിക് ആയിട്ട് സർക്കുലർ വന്നിട്ടില്ല. ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് വന്നിട്ടില്ല. ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു ഏരിയയാണ്. അതുകൊണ്ട് നമുക്ക് 2 വ്യൂ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. നമുക്ക് വേണമെങ്കിൽ ബേസിക് എക്സംഷൻ ലിമിറ്റും നിങ്ങളുടെ ടാക്സ് റേറ്റ് എങ്ങനെയാണോ സ്ലാബ് റേറ്റ് പോലെ നോക്കിയിട്ട് നമുക്കത് ഫയൽ ചെയ്യാവുന്നതാണ്. മുന്നോട്ട് പോകുന്നതാണ്. ഓക്കെ. അപ്പോൾ അവിടെ അവർക്ക് ഈ വലിയൊരു ടാക്സേഷൻ വരാത്ത രീതിയിൽ ചെയ്തു പോകാൻ പറ്റും. കമ്പയർഡ് ടു ക്രിപ്റ്റോ ടാക്സേഷൻ അത് കുറവായിരിക്കും. ഓക്കെ. നിങ്ങളുടെ സ്ലാബ് റേറ്റ് എങ്ങനെയാണോ നിങ്ങളുടെ ഇൻകം എത്രയാണോ അതിനെ വെച്ചിട്ടായിരിക്കും അതിൽ ടാക്സ് വരുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതെ. ഈ 30% ടാക്സിനോടൊപ്പം തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ് 1% TDSും കൂടെ വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ TDS എന്ന് പറയുന്നത്? അതെങ്ങനെയാണ് ഡിഡക്റ്റ് ആവുന്നത്? ഇപ്പോൾ ഇന്ത്യൻ എക്സ്ചേഞ്ചസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ അവിടെ 1% TDS കട്ടാവുന്നുണ്ട്. പക്ഷേ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചസിലേക്ക് വരുമ്പോൾ അവിടെ ആ പരിപാടിയൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ TDS ഡിഡക്റ്റ് ആവുന്നതിൻ്റെ ഒരു കാര്യം? എങ്ങനെയാണ് നമ്മളത് TDS ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയാണ്? അത് ഡിഡക്റ്റ് ആക്കേണ്ടത് എങ്ങനെയാണ്? അതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. അതിൽ TDS എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ബർഡൻ അല്ല എന്ന് ഫസ്റ്റ് മനസ്സിലാക്കണം. അത് കംപ്ലയൻസ് ഉണ്ട്. TDS കംപ്ലയൻസസ് ഉണ്ട്. നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം എന്നൊരു പണി എക്സ്ട്രാ വരുന്നുണ്ട്. പക്ഷേ അഡീഷണൽ ടാക്സ് അല്ല. നമ്മൾ അടയ്ക്കാനുള്ള 30% ടാക്സിലേക്ക് മുൻകൂട്ടി തന്നെ അടയ്ക്കുന്ന ഒരു 1% അത്രയും കണക്കാക്കിയാൽ മതി. TDS എപ്പോഴാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 എമൗണ്ട് വൈസ് നോക്കുകയാണെങ്കിൽ 2 റേറ്റ് നമുക്ക് പറയുന്നുണ്ട്. ഒന്ന് 50,000 അല്ലെങ്കിൽ 10,000. നോർമൽ ടാക്സ് പേയേഴ്സ് എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ HUF അവർ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ലാസ്റ്റ് പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ അവർക്ക് വന്നിട്ടുള്ളത് 1 crore താഴെയാണ്
പ്രൊഫഷൻ ആണെങ്കിൽ 50 ലാക്സിന് താഴെയാണെങ്കിൽ അവർ സ്പെസിഫൈഡ് ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നു. അതേപോലെ തന്നെ പിന്നെ ബാക്കിയുള്ളവർ ഓഡിറ്റുള്ള ആൾക്കാരാണ്. അവർ അതർ ദാൻ സ്പെസിഫൈഡ് പേഴ്സൺ ആണെങ്കിൽ 10,000 ആണ് ലിമിറ്റ്. നോർമൽ ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള അതായത് സ്പെസിഫൈഡ് പേഴ്സൺ ആണെങ്കിൽ അവർക്ക് വരുന്നത് 50,000 വരെ നമുക്ക് ടി ഡി എസ് കട്ട് ചെയ്യണ്ട. അതിന് മുകളിൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിലാണ് ടി ഡി എസ് കട്ട് ചെയ്യേണ്ടത്. ഇത് എപ്പോൾ ഡിഡക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രിപ്റ്റോ പർച്ചേസ് ചെയ്യില്ലേ, അപ്പോൾ ബയ്യർ ആരാണോ അവരാണ് ടി ഡി എസ് കട്ട് ചെയ്തിട്ട് ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. സെല്ലറുടെ ഡീറ്റെയിൽസിൽ അത് സബ്മിറ്റ് ചെയ്യണം. സെല്ലർക്ക് വേണ്ടി നമ്മൾ പിടിച്ചടയ്ക്കുന്ന ഒരു ടാക്സ് മാത്രമാണത്. ഓക്കെ. അപ്പോൾ ഈ ഇന്ത്യൻ എക്സ്ചേഞ്ചസിൽ ഞാൻ പറഞ്ഞല്ലോ 1% ടി ഡി എസ് പിടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എക്സ്ചേഞ്ച് ആണ് അത് പിടിക്കുന്നത്. എക്സ്ചേഞ്ച് 1% ടി ഡി എസ് പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇന്റർനാഷണൽ എക്സ്ചേഞ്ചസിലേക്ക് വരുമ്പോൾ, അപ്പോൾ ബൈനാൻസ് പോലുള്ള എക്സ്ചേഞ്ചസിലേക്ക് വരുമ്പോൾ അവിടെ ഇത് പിടിക്കുന്നില്ല. അപ്പോൾ ശരിക്കും എക്സ്ചേഞ്ച് ആണോ ഈ 1% ടി ഡി എസ് പിടിക്കേണ്ടത്, അതോ നമ്മളാണോ അത് കറക്റ്റായിട്ട് കാണിക്കേണ്ടത്? അതിൽ 2 പേർക്കും അതിനുള്ളൊരു റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേഷൻ വരുന്നുണ്ട്. അതായത് എക്സ്ചേഞ്ച് പിടിച്ചില്ലെങ്കിൽ ആര് ചെയ്യണം? ബയ്യർ ചെയ്യണം. അങ്ങനെ പറയുന്നത്. ഓക്കെ. നമ്മൾ ബൈ ചെയ്ത് നമ്മളാണ് അത് ആരാണോ ഇതാക്കേണ്ടത്. ബൈ ചെയ്യുന്നത് അവരാണ് അടയ്ക്കേണ്ടി വരിക. ഓക്കെ. അതിൽ വേറൊരു കാര്യം നോക്കാനുള്ളത് സെല്ലർ ആരാണെന്നുള്ളതാണ്. റെസിഡൻറ്റ് സെല്ലേഴ്സിൻ്റെ മാത്രമാണ് നമ്മൾ ടി ഡി എസ് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഇപ്പോൾ ഞാൻ 2 കേസസ് പറയാം. ഇപ്പോൾ നമ്മൾ ക്രിപ്റ്റോ പർച്ചേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ 2 തരത്തിൽ ആൾക്കാർ വാങ്ങാറുണ്ട്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഏത് എക്സ്ചേഞ്ച് ആണ്, ഇപ്പോൾ ബൈനാൻസ് ആണെങ്കിൽ ബൈനാൻസ്, അല്ലെങ്കിൽ CoinDesk പോലുള്ള ഇന്ത്യൻ എക്സ്ചേഞ്ച് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അവർ എക്സ്ചേഞ്ചിൽ നിന്ന് പോയിട്ട് ക്രിപ്റ്റോ വാങ്ങുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ തന്നെ ഒരു P2P, ഒരു പേഴ്സൺ ടു പേഴ്സൺ ആയിട്ട് വാങ്ങുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ എക്സ്ചേഞ്ചിൻ്റെ കയ്യിൽ നിന്നാണ്, ഇപ്പോൾ ബിറ്റ്കോയിൻ ആണെങ്കിൽ ബിറ്റ്കോയിൻ നമ്മൾ വാങ്ങുന്നത്. ഇപ്പോൾ പേഴ്സൺ ടു പേഴ്സൺ ആകുമ്പോൾ P2P ആകുമ്പോൾ ഇപ്പോൾ ബ്രോയുടെ കയ്യിൽ കുറച്ച് ക്രിപ്റ്റോ ഉണ്ട്, ഞാൻ ബ്രോയുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് അയച്ചു തരുന്നു, ബ്രോ ആ ക്രിപ്റ്റോ എനിക്ക് തരുന്നു. അപ്പോൾ ഇവിടെ 2 സൈഡിലും നമുക്ക് ഈ ടി ഡി എസ് എങ്ങനെയാണ് അവിടെ അപ്ലിക്കബിൾ ആവുന്നത്? നമ്മളൊരു എക്സ്ചേഞ്ച് ത്രൂ ആണ് ഈ ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിൽ അവിടെ ടി ഡി എസ് ഡിഡക്ട് ചെയ്യാനുള്ള ലയബിലിറ്റി വരുന്നത് അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേഷൻ വരുന്നത് ആ എക്സ്ചേഞ്ചിനാണ്. നമ്മുടെ ബയ്യർ കൊടുക്കുന്ന എമൗണ്ടിൽ നിന്ന് ഒരു 1% കട്ട് ചെയ്തിട്ട് അത് ഡയറക്റ്റ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുക എന്നുള്ള ഡ്യൂട്ടി വരുന്നത് എക്സ്ചേഞ്ചിനാണ്. ഇനി അതല്ല നമ്മൾ P2P ആണ് ചെയ്യുന്നതെങ്കിൽ ആരാണോ വിൽക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യണം. അവരുടെ പാൻ, ആധാർ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് അതിലേക്ക് വേണം നമ്മൾ ടാക്സ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട്. ബയ്യർ ആരാണോ അവരാണ് ടി ഡി എസ് ഫയൽ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ 2 പേരും തമ്മിലൊരു ഇടപാട് നടത്തുകയാണെങ്കിൽ ബ്രോയുടെ കയ്യിൽ കുറച്ച് USDT ഉണ്ട്, ഞാൻ ബ്രോയുടെ അക്കൗണ്ടിലേക്ക് കുറച്ച് ഫണ്ട് അയച്ചു തരുന്നു, ബ്രോ എനിക്ക് ബ്രോയുടെ USDT അയച്ചു തരുന്നു. ഇവിടെ ആരാണ് ടി ഡി എസ് ചെയ്യേണ്ടതായിട്ട് വരാം, അടയ്ക്കേണ്ടതായിട്ട് വരാം? ഇതിൽ ബിനോയാണ് ബയ്യർ എന്ന് പറയുന്നത്. ഞാനാണല്ലോ വിൽക്കുന്നത്. ബിനോയാണ് ബയ്യർ. അപ്പോൾ ബിനോയ് എനിക്ക് തരാനുള്ള എമൗണ്ടിൽ നിന്ന് എത്രയാണോ എമൗണ്ട് അതിൻ്റെ 1% കട്ട് ചെയ്ത് എൻ്റെ പാൻ കാർഡും എൻ്റെ ആധാറും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് എൻ്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ബിനോയ് എനിക്ക് തരാനുള്ള എമൗണ്ടിൽ നിന്ന് കട്ട് ചെയ്ത ടി ഡി എസ് ഉണ്ടല്ലോ, അത് ആ ഒരു 1% അത് ഏത് മാസത്തിലാണോ കട്ട് ചെയ്യുന്നത് ആ മാസത്തിൻ്റെ എൻഡിൽ നിന്ന് 30 ഡേയ്സിനുള്ളിൽ എൻ്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ഫോം 26QE എന്നൊരു ചലാനുണ്ട്, അത് വെച്ചിട്ടായിരിക്കും പേയ്മെൻറ്റ് നടത്തുന്നുണ്ടാവുക. അപ്പോൾ ഈ ടി ഡി എസ് ഈ പറഞ്ഞ പോലെ ഈ ഫോം വെച്ചിട്ട് അത് ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ, അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമോ? ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഫിനാൻസ് ബില്ലിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബിനോയ് എൻ്റെ കയ്യിൽ നിന്ന് കട്ട് ചെയ്ത ടി ഡി എസ് എൻ്റെ പേരിൽ അടച്ചില്ലെങ്കിൽ ബിനോയ്ക്ക് ഒരു ഫൈൻ വരും. അത് ജോയിൻറ്റ് കമ്മീഷണറാണ് അതിനുള്ള ഉത്തരവിടുന്നത്. എത്രയാണോ അടയ്ക്കാനുള്ള എമൗണ്ട് അതിന് ഈക്വലൻ്റ് ആയിട്ട് ഫൈൻ ഉണ്ടാവും. അതായത് 100% ഫൈൻ വരാം. അതേപോലെ തന്നെ വലിയ എമൗണ്ടാണ് എൻ്റെ നിന്ന് കട്ട് ചെയ്ത് വെച്ചു, അടച്ചില്ല, അതിൻ്റെ ഒരു ഗൗരവം കൂടിയില്ലേ. ഓൾറെഡി എൻ്റെ നിന്ന് കട്ട് ചെയ്ത് വെച്ച് ബിനോയ് അത് ബിനോയുടെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ വരുന്ന കേസിൽ ഇംപ്രസൺമെൻറ്റ് വരെ ബിനോയ്ക്ക് കിട്ടാം. 7 years വരെ അതും എക്സ്റ്റെൻഡ് ചെയ്യാം എലോങ് വിത്ത് എ ഹെവി ഫൈൻ. ഓക്കെ. അപ്പോൾ ഈ P2P വഴി ക്രിപ്റ്റോ വാങ്ങുന്നവരെല്ലാം തന്നെ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട ഭയങ്കരമായിട്ടുള്ളൊരു ആവശ്യമുണ്ടല്ലോ ഏരിയയാണത്. ഓക്കെ. പലർക്കും ഇത് അറിയില്ല, ഇതിനെ പറ്റിയിട്ട് ആരും തന്നെ ബോധേഡല്ല. ആരും തന്നെ ഇപ്പോൾ ക്രിപ്റ്റോ വാങ്ങുന്നു, വിൽക്കുന്നു, ഇത് ഈ ടി ഡി എസ് കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ആരും ചിന്തിക്കുന്ന പോലുമില്ല. സോ എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതിനെ പറ്റിയിട്ട്. റീസെൻ്റ്ലി ഒരുപാട് നോട്ടീസസ് വരുന്നുണ്ട്. ഇതേപോലെ P2P ട്രാൻസാക്ഷൻസ് ചെയ്തിട്ട് ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൽ നിന്നും അതേപോലെ ഇവിടുത്തെ എക്സ്ചേഞ്ചിലൊക്കെ നടത്തിയിട്ട് ടി ഡി എസ് ഡിഡക്റ്റ് ആവാത്ത ഏരിയാസിലൊക്കെ അതിൻ്റെ ക്വറീസ് വരുന്നുണ്ട്. നോട്ടീസസ് അടുത്ത് തന്നെ വലിയ എമൗണ്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും നോട്ടീസ് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ക്രിപ്റ്റോ ടു ക്രിപ്റ്റോ സ്വാപ്പിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഡോജ് കോയിൻ കൊടുത്തുകൊണ്ട് ഞാൻ ബിറ്റ് കോയിൻ വാങ്ങുന്നു. അപ്പോൾ അങ്ങനെ അത് നമ്മൾ സ്വാപ്പ് ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ടി ഡി എസ് വരാം? അത് 2 തരത്തിൽ നമുക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു എക്സ്ചേഞ്ച് ത്രൂവും ചെയ്യാം, ഡയറക്റ്റ് P2P ആയിട്ടും ചെയ്യാം. എക്സ്ചേഞ്ച് ത്രൂ ആണെങ്കിൽ എക്സ്ചേഞ്ച് തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. അവർ കട്ട് ചെയ്യുന്നത് നേരത്തെ നമ്മൾ സംസാരിച്ചത് INR കട്ട് ചെയ്യുന്ന കേസാണ്, കറൻസി ആയിരുന്നു. ഇവിടെ ആകുമ്പോൾ ക്രിപ്റ്റോ ആണ്. ആ ക്രിപ്റ്റോയുടെ 1% ഏതാണോ എക്സ്ചേഞ്ച് അവർ കട്ട് ചെയ്ത് വെച്ച് 2 പേരുടെ നിന്നും കട്ട് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഞാനും ബിനോയും ഒരേപോലെ തന്നെ ബയ്യേഴ്സുമാണ് സെല്ലേഴ്സുമാണ്. ഞാനൊരു കോയിൻ വിൽക്കുന്നുണ്ട്, ഒരു കോയിൻ വാങ്ങിക്കുന്നുണ്ട്. ബിനോയ് അതുപോലെ തന്നെ സെല്ലറുമാണ് ബയ്യറുമാണ്. 2 പേരുടെ കയ്യിൽ നിന്നും 1% ആ ക്രിപ്റ്റോ കട്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് എക്സ്ചേഞ്ച് എന്ത് ചെയ്യും, ആ ക്രിപ്റ്റോനെ പ്രൈമറി ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസീസ് ഇല്ലേ, ഒന്നെങ്കിൽ BTC,
അതേപോലെ തന്നെ എതേറിയം, ഉം. ഇതെല്ലാം പ്രൈമറി റേഞ്ചിൽ വരുന്നതാണ്. അതിലേക്ക് ഓൺ ദി സ്പോട്ട് അത് കൺവേർട്ട് ചെയ്യും. രണ്ടുപേരുടെയും 1% ഓൺ ദി സ്പോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അന്നത്തെ ദിവസം മിഡ് നൈറ്റ് കറക്റ്റ് 12 മണി ആ ടൈം ആകുമ്പം അവരതിനെ INRലേക്ക് സെയിൽ ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. ആ ടാക്സ് അവർ ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യണം. അത് എക്സ്ചേഞ്ചിന്റെ കേസിൽ വരുന്നത്. ഇനി നമ്മൾ രണ്ടുപേർ ചെയ്യുന്നത് P2P ആണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ്ചേഞ്ചിന് പകരം ഞാൻ ഏത് കോയിനാണ് വിൽക്കുന്നത് അതിൻ്റെ 1% ഞാൻ കട്ട് ചെയ്യണം, ബിനോയ് വിൽക്കുന്നതിൻ്റെ ബിനോയും കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മളത് അപ്പോൾ തന്നെ INRലേക്ക് കൺവേർട്ട് ചെയ്ത് രണ്ടുപേരുടെയും പേരിൽ ഓപ്പോസിറ്റ് ആൾക്കാർ കൗണ്ടർ പാർട്ടീസിൻ്റെ പേരിൽ TDS ഫയൽ ചെയ്യണം. നേരത്തെ പറഞ്ഞ അതേ ഫോം 26 QEയിൽ ഫയൽ ചെയ്യണം വിത്തിൻ ആ സ്പെസിഫൈഡ് ലിമിറ്റിനുള്ളിൽ. അതല്ലെങ്കിൽ നമുക്ക് എന്തായാലും നേരത്തെ പറഞ്ഞ നോട്ടീസ് എന്തായാലും വരും. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുള്ള TDS എല്ലാം തന്നെ നമുക്ക് തിരിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റില്ലേ? അതെങ്ങനെയാണ് ആ കാര്യങ്ങൾ? TDS നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് ഉണ്ടല്ലോ, 30% ടാക്സ്, അത് നമ്മുടെ നിന്ന് കട്ട് ചെയ്ത് പോയിട്ടുള്ള TDSനേക്കാൾ കുറവാണെങ്കിൽ എക്സസ് ഉള്ള പോർഷൻ നമുക്ക് TDS റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ ട്രേഡ് എടുക്കുകയാണ്, ഞാൻ വിൽക്കുകയാണ് 10 ലക്ഷത്തിൻ്റെ ഒരു ക്രിപ്റ്റോ കറൻസി ഞാൻ വിൽക്കുന്നു. സോ എൻ്റെ ബയ്യർ ആരാണോ അയാൾ എൻ്റെ കയ്യിൽ നിന്ന് 1% കട്ട് ചെയ്തിട്ട് ബാക്കി എനിക്ക് തരുള്ളൂ. മേ ബി ആ 10 ലക്ഷത്തിൻ്റെ ട്രേഡുമേ കട്ട് ചെയ്ത് പോകുന്നത് എത്രയായിരിക്കും? 10,000 ആയിരിക്കും 1% എന്ന് പറയുമ്പോൾ. പക്ഷേ എനിക്കതിൽ പ്രോഫിറ്റ് ഉള്ളത് മേ ബി 1000 ആയിരിക്കാം. എനിക്ക് ശരിക്കും അടയ്ക്കേണ്ടത് എത്രയാണ്? 1000ൻ്റെ 30% ആണ്, സേ ഒരു 300 ആണ്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് കട്ട് ചെയ്ത് പോയിട്ടുള്ളത് 10,000 ആണ്. സോ ബാലൻസ് 9,700 എനിക്ക് റീഫണ്ടായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, ഇൻസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അടയ്ക്കാനുള്ളതാണ് കൂടുതലെങ്കിൽ നമുക്ക് റീഫണ്ട് ക്ലെയിമിംഗ് ഇല്ല. റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളത്, റീഫണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ITR ഫയൽ ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആണ് ക്രിപ്റ്റോൻ്റെ കേസിൽ. ഓക്കെ, ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിനെ പറ്റിയിട്ടൊന്നും ആർക്കും അറിവില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇതിനെ പറ്റിയിട്ടുള്ള മനസ്സിലാക്കുന്നത്. ഇതാരും ചെയ്യുന്നുമില്ല എന്നറിയാം. ഇപ്പോൾ ബൈനാൻസ് ആയാലും മറ്റുള്ള ഏത് ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചസ് ആയാലും അവരൊന്നും ഈ TDS ഡിഡക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോഴായാലും അവരും ഇത് ചെയ്യുന്നില്ല. അപ്പോൾ ആരും ഇത് ചെയ്യാതെ വരുമ്പോൾ അവിടെ എന്താണ് ഗവൺമെൻറ്റിന് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള സാധ്യത എന്താണ് അവിടെ? ആരും ഇതിനെക്കുറിച്ച് അവെയർ അല്ല എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു പോയിന്റ്. അപ്പോൾ ഗവൺമെൻറ് ഓരോ ഫിനാൻസ് ആക്ട് കൊണ്ടുവരുമ്പോഴും ഇതിനെ കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ കൂടുതൽ വൈഡർ റേഞ്ചിലേക്ക് സ്കോപ്പ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വന്നതിൽ എല്ലാ എക്സ്ചേഞ്ചസിൻ്റെ കയ്യിൽ നിന്ന് റിപ്പോർട്ട്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ഇനി മുതൽ നമ്മുടെ എല്ലാ സെയിലും പർച്ചേസും ഹോൾഡിങ്സും എല്ലാം ഗവൺമെൻറ്റിന് അവൈലബിൾ ആയിരിക്കും, ഡാറ്റ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവർ ഈ TDS കട്ട് ചെയ്യാനും ബാധ്യസ്ഥരായിരിക്കും. അപ്പം ഇന്ത്യൻ എക്സ്ചേഞ്ചസ് ആണെങ്കിൽ കമ്പൽസറിലി ഇവർ കട്ട് ചെയ്തിരിക്കും. ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കാര്യം നമുക്കതിനെക്കുറിച്ച് അവരും ചെയ്യുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. FI രജിസ്ട്രേഷനൊക്കെ എടുക്കുമ്പോൾ അവരും അത് ചെയ്യേണ്ടതാണ്. അപ്പം കൂടുതൽ മുന്നോട്ട് പോകുമ്പം ഇത് പ്രോപ്പറായിട്ട് TDS കട്ടിങ് വലിയൊരു ടാസ്ക് അല്ല. അത് ആദ്യം ചെയ്യാത്തത് കൊണ്ടാണ് വലിയൊരു തലവേദനയായിട്ട് തോന്നുന്നത്. പ്രോപ്പർലി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാം ഒരു ഫ്ലോയിൽ സിമ്പിളായിട്ട് പോകുന്ന കാര്യമാണ് അതൊക്കെ. സോ സ്റ്റിൽ ഇതൊരു ഗ്രേ ഏരിയ ആണ്. ഇനിയും ഒരുപാട് ക്ലാരിഫിക്കേഷൻസ് ഒരുപാട് വരാനായിട്ടുണ്ട്. വരാനുണ്ട്. ക്ലാരിറ്റി കൃത്യമായിട്ട് വരാനായിട്ടുണ്ട് ഈ ക്രിപ്റ്റോ ടാക്സേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഈ ഒരു ഷോ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. ഒരു ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചു. നമുക്കതെല്ലാം ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ എല്ലാവരും ക്വസ്റ്റ്യൻ ഒരുമിച്ച് ഞാനത് പറയാം. അതായത് ഒരു 60,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ, അയാൾക്ക് പ്രോഫിറ്റും കിട്ടി, പിറ്റേ ദിവസം ആ 60,000 രൂപ മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്തു, ലോസും വന്നു. അവിടെ എങ്ങനെയായിരിക്കും അയാൾക്ക് ഈ ടാക്സ് വരുന്നുണ്ടായിരിക്കുക? ഗവൺമെൻറ് ഇതിൽ പറയുന്നത്, നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടോ ടാക്സ് അടയ്ക്കൂ, ലോസ് ഉണ്ടോ ടാക്സ് വേണ്ട, അത്രയേ ഉള്ളൂ. സെറ്റ് ഓഫ് അവൈലബിൾ അല്ല. ഓക്കെ. ഇതിൽ പറഞ്ഞ കേസിൽ 60,000 നമുക്ക് ഇൻകം ഉണ്ടായി, പ്രോഫിറ്റ് ഉണ്ടായി. ചിലപ്പോൾ അന്ന് തന്നെ അതല്ലെങ്കിൽ നെക്സ്റ്റ് ട്രേഡിൽ നമുക്ക് ലോസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. 60,000ന് 30% ടാക്സ് അടച്ചിരിക്കണം. പക്ഷെ നമ്മുടെ ലോസിന്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 0 ആണ് ആ അവിടെ. ഒരു കോൺസെപ്റ്റ് ക്രിപ്റ്റോയിൽ ഇല്ല. ഇല്ല. എത്ര പ്രോഫിറ്റ് വന്നാലും ലോസിന്റെ ഭാഗത്തേക്ക് നോക്കേ വേണ്ട. പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടോ അതിനടച്ച് ടാക്സ് അടച്ചിരിക്കണം. ലോസും ഗവൺമെന്റിന് ടാക്സ് വേണ്ട. അത് അപ്പോൾ മാത്രമേ നമുക്ക് പറയുന്നുള്ളൂ. കിട്ടാത്ത പൈസക്ക് പോലും നമ്മൾ ടാക്സ് അടക്കേണ്ടതായിട്ട് വരില്ലേ? കിട്ടാത്ത പൈസ എന്നല്ല, ഗെയിൻ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഗെയിനുമാണ് ടാക്സ് അടയ്ക്കുന്നത്. നെറ്റ് നമ്മുടെ കയ്യിൽ ചിലപ്പം 0 ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം. പക്ഷേ ഓരോ ട്രേഡിനും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, ഗെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ 30% അടയ്ക്കണം. ലോ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല ഈ സിറ്റുവേഷനിൽ ക്രിപ്റ്റോ ട്രേഡ് ചെയ്തിട്ട്. കണ്ടിന്യൂസ് ലോസ് പോകുന്ന ഒരാളാണെങ്കിൽ, ട്രേഡ് ലോസ് പോകുന്ന ആളാണെങ്കിൽ വലിയൊരു പ്രോഫിറ്റ് പ്രതീക്ഷിക്കേണ്ട. കണ്ടിന്യൂസ് ലോസ് പോയില്ലെങ്കിലും ഇപ്പോൾ ഒരു ട്രേഡിൽ ഇപ്പോൾ ഒരു 10,000 രൂപ പ്രോഫിറ്റ് കിട്ടുന്നു, അടുത്ത ട്രേഡിൽ 1000 രൂപ ലോസ് വരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഈ 10,000ത്തിൻ്റെ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 9,000 സംതിങ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാതെ ആ 10,000ത്തിന് മേലെ നമ്മളവിടെ നിർബന്ധമായിട്ടും ടാക്സ് 30% അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതെ. ഓക്കെ. അപ്പോൾ 30% മാത്രമല്ല, 30% പ്ലസ്
4% സെസ്സും കൂടി വരുന്നുണ്ട്. ഓ, അതും വരുന്നുണ്ട്. അതെ. അപ്പോൾ മൊത്തത്തിൽ ശരിക്കും ഒരു തലവേദനയാണ്. അപ്പോൾ ഈ 30% ടാക്സ് എന്നൊക്കെ പറയുന്നത് അത് ഇനി ഭാവിയിൽ അത് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ? അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ടാക്സ് പോലെ നമുക്ക് നോർമലായിട്ട് ഈ ഇൻകം ടാക്സ് സ്ലാബിന്റെ അണ്ടറിൽ അത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ അത് മാറാനായിട്ടുള്ള ചാൻസ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന രീതിയിൽ അത് പ്രതീക്ഷയുണ്ടോ അങ്ങനെ? നമുക്കതിനെക്കുറിച്ച് ഒന്നും പറയാറായിട്ടില്ല. ഇതിൻ്റെ തന്നെ ഒരുപാട് ഏരിയാസ് നമുക്കിപ്പോഴും ക്ലാരിറ്റി ഇല്ല. ഉം. ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ഏരിയാസിൽ ഇപ്പോഴും എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ എന്നൊന്നും അറിയില്ല. ഇവിടെ ഒരു ടാക്സ് എടുക്കാനുള്ളൊരു സ്കോപ്പ് കണ്ടു. അവിടെ വന്ന് ടാക്സ് ചെയ്തു. അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ. സോ ഇനി ഭാവിയിലേക്ക് നോക്കുമ്പം ഇതെല്ലാം അണ്ടർ കൺട്രോൾ ആയി എന്നൊരു ഫീൽ ഗവൺമെന്റിന് വരാണെങ്കിൽ അവർ ടാക്സ് റേറ്റ് കുറയ്ക്കാനും അതേപോലെ എക്സംഷൻ ലിമിറ്റുകളോ ഡിഡക്ഷൻസോ എക്സ്പെൻസിനുള്ള പ്രൊവിഷൻസോ അതെല്ലാം മേ ബി തന്നേക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. നമുക്കത് പൂർണ്ണമായിട്ട് ഗവൺമെന്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അവരൊരു വലിയൊരു ടാക്സ് കൊണ്ടുവന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും ലീഗൽ ആണ് എന്നും പറഞ്ഞിട്ടില്ല, ഇല്ലീഗൽ ആണെന്നും പറഞ്ഞിട്ടില്ല. അതിന് രണ്ടിന്റെയും ഇടയിലാണ് ഇപ്പോൾ നിലവിൽ ക്രിപ്റ്റോ നിൽക്കുന്നത്. ഇപ്പോൾ ടാക്സ് Correct വന്നു ആണ്. എന്ന് വിചാരിച്ചുകൊണ്ട് അത് ലീഗൽ ആവുന്നില്ല. ഇല്ല, ടാക്സ് correct. ഉള്ളതുകൊണ്ട് അത് ഇല്ലീഗലും ആവുന്നില്ല. രണ്ടിനും ഇടയിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ നിലവിൽ തീർച്ചയായിട്ടും ഉണ്ട്. നമുക്കിപ്പോൾ സംസാരിച്ചതിൽ നിന്ന് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ക്ലാരിറ്റി ഇനി വരാനായിട്ടുണ്ട്. അതിലൊരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്, എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട്, ക്രിപ്റ്റോയിൽ P2P ട്രാൻസാക്ഷൻ ചെയ്താൽ ലീഗലാണോ എന്നുള്ള കാര്യം. ഈ പറഞ്ഞതുപോലെ തന്നെ ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ തന്നെ ലീഗലാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ക്രിപ്റ്റോയിലുള്ള P2P ലീഗലാണെന്ന് പറയാൻ പറ്റുക? എന്നുള്ളത് ഇല്ലീഗലും അല്ല. ഇല്ലീഗലും അല്ല. ഓക്കെ. നമുക്കതിന്മേൽ വരുന്ന TDS കളക്ഷനും ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെ അടയ്ക്കണം, എങ്ങനെ കളക്ട് ചെയ്യണം, ഫോറിൻ എക്സ്ചേഞ്ചസ് ആകുമ്പം ഡാറ്റ എങ്ങനെ അവൈലബിൾ ആവും, ഇതെല്ലാം നമുക്കൊരു ഇപ്പോഴും ഗ്രേ ഏരിയാസ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഒരു ക്ലിയർ ആയിട്ടൊരു സർക്കുലറോ അതല്ലെങ്കിൽ എങ്ങനെ കണ്ടക്ട് ചെയ്യാമെന്നോ ഒന്നും പറയുന്നില്ല. ലോയിൽ ഇത്ര പറയുന്നുള്ളൂ, അതായത് നിങ്ങളൊരു ബയ്യർ ആണോ, സെല്ലർ എന്ന് പറയുന്ന ആൾ റെസിഡൻ്റ് ആണോ, TDS കട്ട് ചെയ്തിരിക്കണം, ഇന്ന ഡേറ്റിനുള്ളിൽ ഇത്ര ഡ്യൂറേഷനുള്ളിൽ അടച്ചിരിക്കണം. അപ്പോൾ സ്റ്റിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് സെക്ഷൻസിൽ ഇതിന്റെ ക്ലാരിറ്റി വരാനായിട്ടുണ്ട് തീർച്ചയായിട്ടും. അതെ. പിന്നെ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് ഈ നോൺ KYC എക്സ്ചേഞ്ചസ് യൂസ് ചെയ്യുന്നവർ ഈ ക്രിപ്റ്റോ ടാക്സ് ഒക്കെ അടയ്ക്കേണ്ടതായിട്ടുള്ള ബാധ്യത ഉണ്ടോ? അതായത് ഇപ്പോൾ നോൺ KYC എക്സ്ചേഞ്ച് ആകുമ്പോൾ അത് നമ്മൾ KYC കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് അത് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ഒരു കോൺസെപ്റ്റിലാണ് അത് ചോദിക്കുന്നത്. അതെ. അപ്പോൾ അത് എങ്ങനെയാണ് വരിക അതിന്റെ കാര്യങ്ങൾ? നമുക്ക് നോൺ KYC എക്സ്ചേഞ്ചസ് മാക്സിമം ഒഴിവാക്കാനാണ് ഞാൻ പറയുക. കാരണം നമുക്കിത് എപ്പോഴെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരില്ലേ, ആ ഒരു ഇൻകം കൊണ്ട് ഇരുന്നാൽ പോരല്ലോ, നമുക്ക് കൊണ്ടുവരണ്ടേ, യൂസ് ചെയ്യണ്ടേ. അങ്ങനെ വരുമ്പം അത് അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻകത്തിൻ്റെ കാറ്റഗറിയിലേക്ക് കയറി വരും. ഓക്കെ. അപ്പോൾ വീണ്ടും നമ്മുടെ ഹ്യൂജ് അവിടെ പെനാൽറ്റി ഹ്യൂജ് പെനാൽറ്റി ഒക്കെയുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ അതിലും നല്ലത് ആ KYCകളൊക്കെ അവോയ്ഡ് ചെയ്ത് നോൺ KYC അവോയ്ഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ലീഗലൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന എക്സ്ചേഞ്ചസ് മാത്രം യൂസ് ചെയ്യുക, അതിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയാനുള്ളൂ. പലരും ഈ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ നോൺ KYC എക്സ്ചേഞ്ചസ് ഒക്കെ യൂസ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ അതൊരു പണി കിട്ടാൻ ചാൻസ് ഉള്ള ചാൻസ് ഉണ്ട്, നോട്ടീസസ് ഏരിയ. വരുന്നുണ്ട്. കാരണം അത് എവിടെ നിന്നാണ് എന്തിനാണ് വന്നതെന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലല്ലോ. നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷൻസ് എല്ലാം ഗവൺമെന്റിന് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ പാൻ കൊടുത്തിട്ടുണ്ട്, അത് എവിടെ നിന്നാണ് വരുന്നത്, എന്തിനാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹയർ ടാക്സ് റേറ്റിലേക്ക് എടുക്കാവുന്ന ഒരു സ്കീമിലേക്ക് മാറിപ്പോകും. ഓക്കെ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയായിരിക്കും ഏറ്റവും നന്നാവുക. നോൺ KYC നോൺ എക്സ്ചേഞ്ചസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. KYC ഓക്കെ. ഞാൻ ഈ എവിടെ നിന്ന് വരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോഴാണ് ഈ എയർ ഡ്രോപ്പുകൾ ഉണ്ടല്ലോ, ക്രിപ്റ്റോ എയർ ഡ്രോപ്പുകൾ. ഇപ്പോൾ ഒരുപാട് പേര് ഈ എയർ ഡ്രോപ്പുകൾക്ക് പിന്നാലെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടുന്ന ക്രിപ്റ്റോയുടെ മേലെ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? അതേപോലെ തന്നെ അതിനൊപ്പം ചോദിച്ച ചോദ്യമാണ്, ഈ എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടിയിട്ടുള്ള ക്രിപ്റ്റോ വെച്ച് ട്രേഡ് ചെയ്തു, അത് മുഴുവനും ലോസായി, അവിടെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? വരുന്നുണ്ട്. അതായത് ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞാൽ എയർ ഡ്രോപ്പ് നമുക്ക് കിട്ടി, ഒരു ഇൻകം നമ്മൾ റിസീവ് ചെയ്യാണ്. ഇൻകം റിസീവ് ചെയ്യുമ്പം നമുക്ക് ടാക്സ് അക്രൂ ആവുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു FD ബാങ്കിലിടുന്നു, അത് 2 വർഷത്തേക്ക് ഇടുന്നുണ്ടാവുക. ഒരു ഇയർ എൻഡ് ആകുമ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കണ്ടേ, റിട്ടേൺ ഫയൽ ചെയ്യണ്ടേ. ആ സമയത്ത് നമുക്ക് ഇൻകം ക്രെഡിറ്റ് ആയിട്ടില്ല, അക്രൂ ആയിട്ടുള്ളൂ. അതേ സെയിം കേസാണ് എയർ ഡ്രോപ്പിൻ്റെ കേസിൽ. അവിടെ നമുക്കൊന്നും നമ്മൾ എടുത്തിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ അവിടെ ഉണ്ടല്ലോ. ആ ഉള്ള അക്രൂ ആയിട്ടുള്ള ഒരു ഇൻകത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കണം. അതേപോലെ തന്നെ അത് ട്രേഡ് ചെയ്യുമ്പം പ്യുവർലി ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലേക്ക് തന്നെ കയറി വരിക. 30% സ്ലാബിലേക്ക് വരും, ഫ്ലാറ്റ് റേറ്റിലേക്ക്, സ്ലാബ് അല്ല സോറി, 30% ആയിട്ടുള്ള ഫ്ലാറ്റ് റേറ്റിലേക്ക് വരും. അത് ലോസിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പിന്നെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരില്ല. അതേപോലെ തന്നെ ഈ ഇപ്പോൾ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പേർക്ക് അവരുടെ സാലറി ക്രിപ്റ്റോയിലാണ് വരുന്നത്. അപ്പോൾ അവർ അത് ക്രിപ്റ്റോയിൽ വരുന്ന സാലറി അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് ഡയറക്റ്റായിട്ട് അത് വിഡ്രോ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കും ഈ പറയുന്ന പോലെ തന്നെ 30% ടാക്സ് അവരുടെ സാലറി ആയിട്ട് വരുന്ന ക്രിപ്റ്റോയുടെ മേലെ 30% ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്തൊരു പേരിൽ വന്നാലും ക്രിപ്റ്റോ നമ്മൾ എവിടെയെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രാൻസ്ഫർ എന്നുള്ള വേർഡിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. സെയിൽസ്, സ്വാപ്പിംഗ് എന്തോ ആയിക്കോട്ടെ, എല്ലാം ഇൻക്ലൂഡഡ് ആണ്. എന്ത് ടൈംസിൽ പറഞ്ഞാലും ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞാൽ 30% ആയിട്ട് ഫ്ലാറ്റ് റേറ്റിൽ നമ്മൾ ടാക്സ് അടയ്ക്കണം. ക്രിപ്റ്റോയ്ക്ക് ആ ഒരു ടാക്സ് റേറ്റ് ആണ്
ഉള്ളത് നമ്മൾ അടച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ ഏത് രീതിയിൽ നമ്മുടെ എക്സ്ചേഞ്ചിലേക്ക് ഫണ്ട് വന്നാലും നമ്മളിവിടെ ടാക്സ് അടയ്ക്കാൻ ടാക്സ് അടയ്ക്കണം. ബാധ്യസ്ഥരാണ്. ആണ്. അതിൽ വേറെ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇല്ല. ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു രീതിയാണ് ഒരു വാലറ്റ് ടു വാലറ്റ് ട്രാൻസാക്ഷൻസ്. ഇപ്പോൾ ഇപ്പോൾ മൾട്ടിപ്പിൾ എക്സ്ചേഞ്ചസ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ബൈനാൻസിൻ്റെ എക്സ്ചേഞ്ചിൽ നിന്നും അവരുടെ തന്നെ ഒരു ബൈബിറ്റ് എക്സ്ചേഞ്ചിലേക്ക് അവർ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ടോ? അല്ലെങ്കിൽ ടാക്സ് അവിടെ നോർമലായിട്ട് തന്നെ ടാക്സ് നമ്മൾ 30% അവിടെ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? ടാക്സ് ബെനിഫിറ്റ്സ് ഒന്നുമില്ല. സെയിം റേറ്റ് തന്നെയായിരിക്കും. പക്ഷെ അതിൽ നമ്മുടെ തന്നെ സ്വന്തം വാലറ്റ് ആണല്ലോ. രണ്ടും സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മുടെ തന്നെയാണ്. വാലറ്റ് നമ്മുടെ തന്നെയാണ്. വേറൊരു പാർട്ടിക്ക് വിൽക്കുന്നതല്ല. അപ്പം അങ്ങനെ വരുന്ന ട്രാൻസ്ഫേഴ്സ് ശരിക്കും ഒരു ക്യാപിറ്റൽ ഗെയിൻ അക്രൂ ആവുന്നില്ല. പക്ഷേ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 2 വാലറ്റിലെയും റേറ്റ് മേ ബി ചില കേസുകളിലൊക്കെ ഡിഫറൻ്റ് ആയിരിക്കാം. അവിടെ ഒരു ഇൻകം വരുന്നുണ്ടെങ്കിൽ ആ ഇൻകത്തിൻ്റെ പുറത്ത് മാത്രം നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. കംപ്ലീറ്റ് ട്രാൻസ്ഫറിൻ്റെ മുകളിലല്ല. എത്രയാണോ ഇൻകം വരുന്നത് ചെറിയൊരു പോർഷൻ ആയിരിക്കാം. അതിൻ്റെ മുകളിൽ ടാക്സ് അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ബൈനാൻസ് പോലുള്ള ഒരു എക്സ്ചേഞ്ചിൽ നിന്നും നമ്മളൊരു ഹാർഡ്വെയർ വാലറ്റിലേക്കാണ് നമ്മുടെ തന്നെ ഹാർഡ്വെയർ വാലറ്റിലേക്കാണ് ക്രിപ്റ്റോ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും ടാക്സ് വരിക? ഈ ഒരു ഹാർഡ്വെയർ വാലറ്റിലേക്ക് പോകുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോയിന്റ് അല്ല. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മളെ തന്നെ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള വാലറ്റിലേക്കാണ് മാറ്റുന്നത്. ഇതിൽ വരുന്നത് ഈ ഹാർഡ്വെയർ വാലറ്റ് എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ആർക്കും ഒന്ന് ട്രാക്ക് ചെയ്യാൻ ഇതുവരെ പറ്റിയ ഓപ്ഷൻസ് ഇല്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബിനാൻസിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, ഗവൺമെൻറ് നോക്കുമ്പോൾ കാണുന്നത് ഇവിടെ നിന്ന് ക്രിപ്റ്റോസ് എല്ലാം എവിടേക്കോ പോകുന്നതാണ്. ഒരു സെയിലായിട്ടാണ് കാണുന്നത്. സോ ആ ദിവസത്തെ റേറ്റിൽ അത് ടാക്സ് ചെയ്യേണ്ടി വരും. ആ പോയിന്റ് ഓഫ് ടൈമിൽ അതിന് ടാക്സ് അടയ്ക്കണം. ഗെയിൻ അക്രൂ ആവും. അതിൻ്റെ പർച്ചേസ് കോസ്റ്റും സെയിൽ പ്രൈസും കണക്ക് കൂട്ടി ആ ഗെയിനുമേ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇനി മറ്റൊരു ഓപ്ഷൻ ഉള്ളത് രണ്ടും ഹാർഡ്വെയർ വാലറ്റ് ആണെന്ന് വിചാരിക്കാം. ഒരു ഹാർഡ്വെയർ വാലറ്റിൽ നിന്നും മറ്റൊരു ഹാർഡ്വെയർ വാലറ്റിലേക്കാണ് ഫണ്ട് പോകുന്നത്. അവിടെ എങ്ങനെയാണ് ടാക്സ് വരിക? അറ്റ് പ്രസൻറ്റ് നമുക്കത് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ഗവൺമെൻറ് റിപ്പോർട്ട് കിട്ടില്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് 2 ഹാർഡ്വെയർ വാലറ്റ് തമ്മിലാണ് ട്രാൻസാക്ഷൻ എങ്കിൽ ട്രാക്ക് ചെയ്യാനൊന്നും വരുന്നില്ല. പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലും ഇതിൽ നിന്ന് നമ്മുടെ ബാങ്കിലേക്കോ അതല്ലെങ്കിൽ വേറെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് മാറ്റേണ്ടി വരില്ലേ? ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് ടാക്സബിൾ ആയിരിക്കും. ഇനി ഈ ഹാർഡ്വെയർ വാലറ്റിനോട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഈ ഹാർഡ്വെയർ വാലറ്റ്സ് യൂസ് ചെയ്യുന്നത് ലോങ് ടൈമിലേക്ക് ക്രിപ്റ്റോ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ബിറ്റ്കോയിൻ വാങ്ങുന്നു, ബിറ്റ്കോയിൻ നമ്മൾ ലോങ് ടൈമിലേക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ആ ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നതിന് നമ്മൾ എന്തെങ്കിലും ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? ഓരോ വർഷവും നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? ഇല്ല, ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് ടാക്സ് ഒന്നുമില്ല. നമുക്കിപ്പോൾ ഹാർഡ്വെയർ വാലറ്റിലാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ വാലറ്റിലാണെങ്കിലും നമുക്കത് എത്ര നാൾ വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. അത് റിട്ടേൺ ചെയ്ത് പോകുന്നല്ലേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ടാക്സ് ഒന്നുമില്ല. ട്രാൻസ്ഫർ എന്നുള്ള പോയിന്റ് എവിടെയാണോ വരുന്നത് അവിടെ ട്രാൻസ്ഫർ അതായത് മാത്രമാണ് സെല്ല് ചെയ്യുമ്പോൾ. സെല് ചെയ്യും. ഓക്കെ. സെല്ലോ അല്ലെങ്കിൽ സ്വാപ്പിങ്ങോ അല്ലെങ്കിൽ വാട്ട് എവർ ടേംസ് എന്ത് ടേംസിലാണെങ്കിലും അവിടെ നിന്ന് ട്രാൻസ്ഫർ ആവുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ടാക്സേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ടാക്സ് ഇല്ല. അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് എല്ലാം സേഫ് ആണ് ഈ ടാക്സിൻ്റെ കാര്യത്തിൽ. അതെ, അതെ, അതെ. ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രമാണ് നമ്മുടെ മോട്ടീവ് എങ്കിൽ ടാക്സേഷൻ ഒന്നും വരുന്നില്ല. കാരണം പർച്ചേസ് മാത്രമേ ഉള്ളൂ. നമുക്കവിടെ ഗെയിൻ ഒന്നും അക്രൂ ആവുന്നില്ല. അപ്പോൾ ടാക്സേഷൻ വരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ സ്റ്റേക്കിംഗ് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഉം. സ്റ്റേക്കിംഗ് ചെയ്യുമ്പോൾ നമുക്കതിൽ മേ ബി FD പോലെ ഇടുന്നുണ്ടാവാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് അവിടെ ഇൻട്രസ്റ്റ് അക്രൂ കിട്ടുന്നത്. അതെ ആവുന്നുണ്ട്. അതെ. ആ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് നമുക്ക് എന്ത് വരും? ക്രിപ്റ്റോ ടാക്സേഷൻ വരും. ഓക്കെ. അപ്പോൾ ലോങ് ടൈമിലേക്ക് ചുമ്മാ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ടാക്സ് ഒന്നുമില്ല. ഇല്ല. സ്റ്റേക്ക് ചെയ്യുമ്പോൾ മാത്രം അവിടെ നമുക്കൊരു ആ ഇൻകം കിട്ടുന്ന ജനറേറ്റ് ആവുന്നുണ്ട്. ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ അവിടെ ടാക്സ് വരുന്നുണ്ട് ടാക്സേഷൻ. അല്ലേ? അതുപോലെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ഗിഫ്റ്റ് ആയിട്ട് ക്രിപ്റ്റോ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരാൾ ഒരു ഗിഫ്റ്റ് ആയിട്ട് കുറച്ച് ക്രിപ്റ്റോ കറൻസി ഇപ്പോൾ ബിറ്റ്കോയിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിപ്റ്റോ കറൻസി അയച്ചു തരികയാണെങ്കിൽ അവിടെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ക്രിപ്റ്റോയുടെ വില. അതിൽ 1-2 ക്രൈറ്റീരിയ നോക്കാനുണ്ട്. ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ റിസീവർ എൻഡിലായിരിക്കും അത് ടാക്സബിൾ ആയിരിക്കാം. അത് ആരാണ് തരുന്നത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. നമുക്ക് ഗിഫ്റ്റ് തരുന്നത് ഒരു റിലേറ്റീവ് ആണ്, ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലി പേഴ്സൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കതുമേ ടാക്സ് വരില്ല. ലൈക്ക് നമ്മുടെ ഒരു സ്പൗസ് ആണ്, ഫാദർ ആണ്, മദർ ആണ്, സിബ്ലിങ്സ് ആണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതുമേ ടാക്സ് വരില്ല. നേരെ മറിച്ച് ഒരു നോൺ റിലേറ്റീവ് ആണ്, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെയാണ് നമുക്ക് അയക്കുന്നതെങ്കിൽ അവിടെ നമുക്കൊരു ലിമിറ്റ് പറയുന്നുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 50,000 വരെയാണ് നമുക്ക് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അഗ്രിഗേറ്റ് വാല്യൂ ഒരാൾ തരുന്നതല്ല, ടോട്ടലി വരുന്നതിൻ്റെ അഗ്രിഗേറ്റ് വാല്യൂ 50,000 50,000 രൂപയ്ക്ക് മുകളിൽ വരികയാണെങ്കിൽ നമുക്കത് മൊത്തം ടാക്സബിൾ ആയിരിക്കും. 50,000 താഴെയാണെങ്കിൽ നമുക്കത് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിൽ നോക്കാനുള്ള ഒരു കാര്യം, ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ നമുക്ക് പർച്ചേസ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു 100 രൂപയുള്ള ഒരു ക്രിപ്റ്റോ എക്സാമ്പിൾ പറയുന്നതാണ്. 100 രൂപയുള്ള ക്രിപ്റ്റോ നമ്മൾ വാങ്ങിക്കുന്നത് 10 രൂപയ്ക്കാണെന്ന് വിചാരിക്കാം. അവിടെയും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു റിവേഷൻ അല്ലേ വരുന്നത്. ഇനാഡിക്വേറ്റഡ് കൺസിഡറേഷന് നമുക്ക് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്രിപ്റ്റോസ് നമ്മൾ വാങ്ങിക്കുന്നു. അവിടെ നമുക്കൊരു സേവിങ്സ് ഉണ്ട്, നമുക്കൊരു ഇൻകം ജനറേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഗവൺമെൻറ് നോക്കുന്നത് ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ 50,000 മുകളിലാണോ, ആണെങ്കിൽ എത്രയാണ് എമൗണ്ട് അതിന്മേൽ ടാക്സ് പിടിക്കും. സോ ഗിഫ്റ്റ് എന്ന് പറയുമ്പം ആരാണ് തരുന്നത് എന്നൊരു മെയിൻ കാര്യമാണ്.
അതേപോലെ തന്നെ എത്ര എമൗണ്ടാണ് കിട്ടിയിട്ടുള്ളത്, ഈ 2 ക്രൈറ്റീരിയസാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ വേറെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ 87A റിബേറ്റ് ക്രിപ്റ്റോ ടാക്സിൽ വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ബേസിക് എക്സംഷൻ ലിമിറ്റ് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് 87A റിബേറ്റ്. ഈ 87A റിബേറ്റ് ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ഇൻകം ടാക്സ് 5 ലാക്ക് വരെ, 7 ലാക്ക് വരെ, 3 ലാക്ക് വരെ ഇങ്ങനെ ഒരു ആർക്കും സ്ലാബ് കൊടുക്കേണ്ടാത്ത ബേസ്ഡ് വരുന്നത്. ഒരു സ്ലാബ് ബേസ് ചെയ്ത് അടയ്ക്കേണ്ടെന്ന് പറയുന്ന കാരണം ഈ റിബേറ്റ് ഉള്ളതുകൊണ്ടാണ്. നമുക്ക് ക്രിപ്റ്റോയിൽ 87A എന്ന് പറഞ്ഞ റിബേറ്റ് കിട്ടില്ല. ഉം. വരുന്ന വർഷത്തിൽ നമുക്ക് 12 ലക്ഷം വരെ നോർമൽ ഇൻകത്തിന് 12 ലാക്സ് വരെ നമുക്ക് ടാക്സ് ഇല്ലാതെ റിബേറ്റ് 60,000 ഉണ്ട്. അതുകൊണ്ട് 12 ലാക്സ് വരെ നമുക്ക് അവിടെ ടാക്സ് അടയ്ക്കേണ്ട. പക്ഷേ ക്രിപ്റ്റോ എന്നൊരു കേസിലേക്ക് വരുമ്പം ഒന്നും തന്നെ റിബേറ്റ് അവൈലബിൾ അല്ല. വരുന്ന എത്രയാണോ എമൗണ്ട് വരുന്നത് അതിന് ടാക്സ് അടയ്ക്കുക, റിട്ടേൺ ഫയൽ ചെയ്യുക എന്നൊരു സ്കോപ്പ് മാത്രമേ ഉള്ളൂ. ഈ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ ട്രേഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും അവർ ഈ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണ്? അവർ ഏത് റെജീമൊക്കെ ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരാം? ഓക്കെ. അതിൽ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് എല്ലാവരും വരുത്തിയിരിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ITR 1 കയറി ഫയൽ ചെയ്യുക എന്നുള്ളത്. ചിലപ്പം സാലറി ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അവർ മെയിൻലി ചെയ്യുന്നത് ITR 1 പക്ഷേ ക്രിപ്റ്റോ ടാക്സേഷൻ ഉണ്ടെങ്കിൽ, ക്രിപ്റ്റോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും ITR 1 ചൂസ് ചെയ്യരുത്. ITR 2 അതേപോലെ തന്നെ ITR 3 ആണ് നിങ്ങൾക്കുള്ള ഫോംസ്. അതിൽ ITR 2 മെയിൻലി യൂസ് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിനാണ്. ITR 3 എന്ന് പറയുന്നത് ബിസിനസ് ഇൻകം ആണ്. സോ ഡെയിലി നമുക്ക് ട്രാൻസാക്ഷൻസ് ഉണ്ട്. നമ്മൾ മെയിൻലി അതിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ITR 3 ആണ് ചൂസ് ചെയ്യേണ്ടത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെജീം ഏതായിരിക്കണം എന്നാണ്. ഏത് റെജീം എടുത്താലും നമുക്ക് ക്രിപ്റ്റോയ്ക്ക് വരുന്നത് സെയിം ടാക്സ് റേറ്റ് ആണ്. ന്യൂവിലാണെങ്കിലും ഓൾഡിലാണെങ്കിലും ടാക്സ് റേറ്റിന് വ്യത്യാസമില്ല. ബേസിക് സ്ലാബ് റേറ്റുകളില്ല, എക്സംഷനുകളില്ല, ഡിഡക്ഷൻസ് ഇല്ല. സോ റെജീം ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷേ ഫോമിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ITR 2 അല്ലെങ്കിൽ ITR 3. അതിൽ തന്നെ പറയാനുള്ളത് ITR 3 എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഫസ്റ്റ് ഇപ്പോൾ ഡിഫോൾട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂ സ്കീമാണ്. ന്യൂ സ്കീമിൽ നിന്ന് വൺസ് നമ്മൾ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതായത് നമുക്കിപ്പോൾ അതിൽ നാളെ ഒരിക്കൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് വന്നു, അതല്ലെങ്കിൽ റിബേറ്റ് അവൈലബിൾ ആയി, ഇങ്ങനെ ചേഞ്ചസ് പിന്നീട് വന്നേക്കാം. പക്ഷേ ഒരിക്കലും നമ്മൾ ഇപ്പോൾ ഡിഫോൾട്ടായി റൺ ചെയ്യുന്ന ന്യൂ സ്കീമിൽ നിന്ന് ഓൾഡ് സ്കീമിലേക്ക് പോയി കഴിഞ്ഞാൽ ITR 3 യൂസ് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ബാക്കിലോട്ട് പോയി ഓൾഡ് സ്കീം എടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അത് പിന്നീട് പറ്റുന്നതല്ല. ഇപ്പോൾ ഡിഫോൾട്ടായി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂ സ്കീമാണ്, ന്യൂ ടാക്സ് റെജീമാണ്. അതിൽ വൺസ് ഇപ്പോൾ നമ്മൾ വന്നു ഫയൽ ചെയ്തു, വൺസ് തിരിച്ച് നെക്സ്റ്റ് ഇയറിൽ തിരിച്ചു പോയി പിന്നീട് വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വരാൻ തോന്നാൻ കാരണങ്ങളുണ്ടാവാം. മേ ബി ആ ടൈമിൽ ഫിനാൻസ് ആക്ട് എല്ലാ കൊല്ലം വന്നുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അതിൽ കൂടുതൽ ബെനിഫിറ്റ്സ് ചിലപ്പോൾ ന്യൂ സ്കീമിൽ അവൈലബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾഡ് സ്കീമിൽ അവൈലബിൾ ആയിരിക്കാം. അത് മാറിക്കൊണ്ടിരിക്കും. അത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ പിന്നീട് മാറണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ITR 3കാർക്ക് മാറാൻ പറ്റില്ല. ITR 2 എപ്പോൾ വേണമെങ്കിലും സ്വിച്ച് ചെയ്യാം. ITR 2 യൂസ് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സ് ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഫണ്ടഡ് അക്കൗണ്ട്സ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഫണ്ടഡ് അക്കൗണ്ട്സ് ട്രേഡ് ചെയ്തിട്ട് അതിൽ നിന്ന് പേ ഔട്ട് എടുക്കുന്ന ആൾക്കാർ അവരെങ്ങനെയായിരിക്കും ഈ ഒരു ടാക്സ് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരാം? ഫണ്ടഡ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പം നമ്മുടെ കയ്യിലേക്കാണ് ഫണ്ട് വരുന്നത്, ക്രിപ്റ്റോ കറൻസീസ് വരുന്നത്. നമ്മുടെ എക്സ്ചേഞ്ചിലേക്കാണ് പേ ഔട്ട് എക്സ്ചേഞ്ചിലേക്കാണ്. സാധാരണയായിട്ട് എടുക്കുന്നത്. അതെ. നമുക്ക് നോർമൽ കേസ് തന്നെയാണ്. നമുക്കവിടെ ഒരു ക്രിപ്റ്റോ കറൻസി ആയിട്ടോ അതല്ലെങ്കിൽ അത് സെൽ ചെയ്തിട്ട് വരുന്ന ഇൻകം ഉണ്ടെങ്കിൽ സെയിം 30% സ്ലാബ് റേറ്റ് തന്നെയാണ് നമുക്ക് വരുന്നത്. അതിൽ അതിൽ വേറെ വേറെ വ്യത്യാസങ്ങളൊന്നും വ്യത്യാസങ്ങളൊന്നുമില്ല. നോർമൽ ആയിട്ടുള്ള ക്രിപ്റ്റോ ട്രേഡേഴ്സ് ആയാലും ഫണ്ടഡ് അക്കൗണ്ട്സ് ട്രേഡ് ചെയ്യുന്നവരായാലും ഫ്ലാറ്റ് 30% സെയിം തന്നെ ആണ്, വരുന്നത്. സെയിം ആണ്. നമ്മളത് എപ്പോഴും ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഡിസ്ക്ലോസിങ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ഓക്കെ. അതല്ലെങ്കിൽ നമുക്ക് വരുന്ന പെനാൽറ്റി ഹ്യൂജ് ആണ്. അപ്പോൾ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലെ നമ്മുടെ ക്രിപ്റ്റോ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ITR ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? സ്വയം ചെയ്യുന്നതാണോ? അതോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കോൺടാക്ട് ചെയ്യുന്നതാണോ ഏറ്റവും ബെറ്റർ? നമ്മൾ ആദ്യം തന്നെ ഇൻകം ടാക്സ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ കയറി നോക്കണം. അതിൽ തന്നെ 1-2 റിപ്പോർട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. AIS, TAS അതേപോലെ 26AS എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ അവൈലബിൾ ആണ്. അതിലേക്കാണ് നമ്മുടെ എൻറ്റിറ്റീസ്, അതായത് റിപ്പോർട്ടിംഗ് എൻറ്റിറ്റീസ് എന്ന് പറയുന്ന ബാങ്ക്, ഈ എക്സ്ചേഞ്ചസ് ഇതെല്ലാം റിപ്പോർട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്തൊക്കെ റിപ്പോർട്ട് നമുക്ക് എവിടെ നിന്നൊക്കെ TDS പിടിച്ചിട്ടുണ്ടോ, എന്തൊക്കെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും അതിൽ അവൈലബിൾ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് തന്നെ നോക്കുക. നമുക്ക് എവിടെ നിന്നൊക്കെ മേ ബി നമുക്ക് മറന്നിരിക്കാം, നമുക്ക് ഓർമ്മയുണ്ടാവില്ല ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ്, എവിടെ നിന്നൊക്കെയാണ് പ്രോഫിറ്റ് കിട്ടിയത്, ട്രേഡ് എടുത്തത്, ലോസ് വന്നിട്ടുള്ളത് ഒന്നും ഓർമ്മയുണ്ടാവണമെന്നില്ല. ഒരു വർഷത്തെ കാര്യങ്ങളല്ലേ. സോ അതെല്ലാം ഫസ്റ്റ് ഇത് റിഫർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മിനിമം അതിൽ വന്നിട്ടുള്ള എമൗണ്ട് എങ്കിലും നമ്മുടെ ഗെയിനായിട്ട് അല്ലെങ്കിൽ ട്രാൻസാക്ഷനായിട്ട് നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ കാണിച്ചിരിക്കണം. അതിന് വേണ്ടി കുറഞ്ഞു പോയാൽ നോട്ടീസ് കൺഫേം ആണ്. സോ അതിന് കൂടുതലായിരിക്കണം അല്ലെങ്കിൽ ഈക്വലൻറ്റോ കൂടുതലോ ആയിരിക്കണം നമ്മൾ കാണിക്കുന്ന നമ്മുടെ ഇൻകം ലെവൽ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ്റെ വോളിയം. പിന്നെ കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ TDS റിഡക്ഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. P2P ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏരിയ ഉണ്ടല്ലോ. എക്സ്ചേഞ്ച് ത്രൂ ആണെങ്കിൽ അവർ ചെയ്തോളും. അതെല്ലാം നമ്മളാണ് ബയ്യർ P2P ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡിഡക്ട് ചെയ്ത് അടയ്ക്കേണ്ട കേസുകളുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഡ്യൂ ഡേറ്റിന് തന്നെ ITR ഫയൽ ചെയ്യാൻ ശ്രമിക്കുക. ആ ഡേറ്റ് എന്നാണ് അതും പലർക്കും ഒരു ഓക്കെ. കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് എല്ലാ വർഷത്തിലും
ജൂലൈ 31 ആണ് ഡ്യൂ ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു മെയ് എൻഡിങ്ങിലോ ജൂണിലോ ഒക്കെ ആയിട്ട് നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഫയൽ ചെയ്യാം, ടൈം എടുത്ത് ഫയൽ ചെയ്യാം. അതല്ലെങ്കിൽ സൈറ്റൊക്കെ പ്രോബ്ലമായി നമുക്ക് എററൊക്കെ എല്ലാവരും വരാൻ ചാൻസ് ചെയ്യുന്നതിൻ്റെ ഉണ്ട്. ഒരു അതെ എറർ അതെ ഉണ്ടാവാൻ അതെ ചാൻസ് അതെ. ഉണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജൂൺ അല്ലെങ്കിൽ ജൂലൈ ബിഗിനിങ്ങോട് കൂടി തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. സ്വയം അറിയുന്നവരാണെങ്കിൽ സ്വയമായിട്ട് ചെയ്യാം. പക്ഷേ എപ്പോഴും നമ്മൾ പറയുക, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻറ്റിനെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ CAസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ക്രിപ്റ്റോ കറൻസി എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. ക്രിപ്റ്റോ കറൻസി മാത്രമല്ല, നിങ്ങൾ അത് മാത്രമായിരിക്കില്ലോ ചെയ്യുന്നുണ്ടാവുക, വേറെ ഇൻകം ഉണ്ടായിരിക്കില്ലേ. അതിലെല്ലാം ഇൻകം ടാക്സ് ലോയിൽ എപ്പോഴും അമെൻമെൻറ്റ്സ് ഉണ്ട്. എല്ലാ കൊല്ലവും ഫിനാൻസായിട്ട് ത്രൂ നമ്മൾ അമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡേ ടു ഡേ കാര്യങ്ങൾക്ക് വേണ്ടി റേറ്റും ഡിഡക്ഷൻസും അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. നിങ്ങളതിൽ അപ്ഡേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതല്ലെങ്കിൽ എപ്പോഴും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻറ്റിനെ വിസിറ്റ് ചെയ്യുക. അവരത് വൃത്തിയായിട്ട് ചെയ്തോളും. അതിൻ്റെ കൂടെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു ഏരിയ എന്ന് പറയുന്നത്, AIS TIS റിപ്പോർട്ട് നോക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കൂടി നമ്മൾ വെരിഫൈ ചെയ്യണം. ഒരു 1 ഇയർ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് അതിലെല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ വെരിഫൈ ചെയ്യണം. മെയിനായിട്ട് വരുന്ന എല്ലാ ഇവൻറ്റ്സും എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ വെരിഫൈ ചെയ്ത് അത് P2P ആണോ, അൺഡിസ്ക്ലോസ്ഡ് നേച്ചറിലേക്ക് പോകാൻ ഉള്ളൊരു ഐറ്റം ആണോ എന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനെ ഡിസ്ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. ITR ഫയൽ ചെയ്യുമ്പോൾ അത് കാണിക്കുക. ഇല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും. സോ ഇപ്പോഴും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടാക്സ് കൺസൾട്ടൻറ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ CAസിനെ കൊണ്ട് ITR ഫയൽ ചെയ്യാൻ ശ്രമിക്കുക. സോ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഇതുപോലെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും വിട്ടുപോകും. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള നോട്ടീസ് നമുക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പ്രതീക്ഷിക്കാം. സോ നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ക്രിപ്റ്റോ ടാക്സ് എല്ലാം തന്നെ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സനാദിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ താഴെ കൊടുക്കാം. സോ എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തു പോവുക, അതെ അല്ലേ? ഭാവിയിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ മുന്നോട്ട് അതെ പോകാനായിട്ട് സാധിക്കണം. അതെ. ഓക്കെ. അപ്പോൾ എനിക്കിനി അവസാനമായിട്ട് ഇപ്പോൾ നിങ്ങൾക്കും അതായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും. അതായത് നമുക്ക് ഈ ക്രിപ്റ്റോ ടാക്സ് സേവ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടോ? അത് സനാദിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്? ഇന്ത്യയിൽ ക്രിപ്റ്റോ ടാക്സ് സേവ് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു സ്കോപ്പ് ഇല്ല. ആക്ച്വലി നമുക്ക് അവിടെ നോക്കേണ്ടത് ടാക്സ് സേവ് ചെയ്യാനല്ല, നമ്മൾ ടാക്സ് വരാൻ പോകുന്ന ഈ ടാക്സ് കാണിക്കാതെ വരാൻ പോകുന്ന ഫൈൻ, പെനാൽറ്റി അങ്ങനെയുള്ള കോൺസിക്വൻസസിൽ നിന്ന് എങ്ങനെ സേവ് ആവാം, എങ്ങനെ ഫുള്ളി ഇൻകം ടാക്സ് പറയുന്ന പോലെ കംപ്ലയൻസസ് മീറ്റ് ചെയ്ത് എങ്ങനെ ഇത് ഫയൽ ചെയ്യാം, എങ്ങനെ കാണിക്കാം, എങ്ങനെ ബിസിനസ് കണ്ടക്ട് ചെയ്യാം, ഈ കാര്യങ്ങളായിരിക്കണം കൂടുതൽ നോക്കേണ്ടത്. നമുക്ക് സേവ് ചെയ്യാനുള്ള ഏരിയാസ് നോക്കുകയാണെങ്കിൽ നോർമൽ ഇൻകം, ക്രിപ്റ്റോ, അതർ ദാൻ ക്രിപ്റ്റോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. പക്ഷേ ക്രിപ്റ്റോ എന്നൊരു ഏരിയയ്ക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ടാക്സ് സേവിങ് സ്കീംസ് ഒന്നും ഇല്ല. ഒരുപാട് പേര് ചോദിക്കുന്നത്, നമ്മൾ ഈ ക്രിപ്റ്റോ ടാക്സ് സേവ് ചെയ്യാനായിട്ട് നമുക്ക് ദുബായ് പോയാലോ അല്ലെങ്കിൽ ഇവിടുന്ന് ദുബായിലേക്ക് ഫണ്ട് അയച്ചു കൊടുത്ത് അവിടെ അത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് വരും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതെല്ലാം ഒരു ടാക്സ് ടാക്സ് ഇവേഷൻ്റെ ഒരു ഇവേഷൻ സ്കീമാണ്. സ്കീമിലാണ് അതൊക്കെ അത് വരുന്നത്. അതെല്ലാം നമുക്ക് ഒരിക്കലും സേഫ് ആയിട്ടുള്ള ഒരു പ്രോത്സാഹിപ്പിക്കാവുന്ന കാര്യമല്ല, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ പറയുന്നത് പറ്റുന്ന ഒരു കാര്യമല്ല, അല്ല. സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നിലവിൽ വേറെ ടിപ്സോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഇത് ഗവൺമെന്റ് പറയുന്ന പോലെ തന്നെ ചെയ്തേ മതിയാവുള്ളൂ. അതെ, ആ ലോ ഫ്രെയിം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് വരുന്ന ഗെയിനുമേ 30% ടാക്സ് അടയ്ക്കണം എന്നൊരു ഫ്രെയിമിംഗ് തന്നെയാണ് ലോയിലുള്ളത്. അതിൽ വേറെ ടിപ്സും കാര്യങ്ങളൊന്നും നമുക്ക് ഓക്കെ. അപ്പോൾ അത് ആസ് ഓഫ് നൗ കൊടുക്കാനില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു മേഖല ആയതുകൊണ്ട് തന്നെ അവരെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ക്ലാരിറ്റി ഇനിയും വരാനായിട്ടുണ്ട്. സോ വരും വർഷങ്ങളിൽ നമുക്ക് എന്താ പറയാ, നമുക്ക് കുറച്ചുകൂടി ഫേവറബിൾ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആയിട്ട് രീതിയിലൊരു പ്രതീക്ഷിക്കാം. ടാക്സ് എല്ലാം അപ്രോച്ച് 30% എന്ന് ഗവൺമെന്റ് പറയുന്നത് ജസ്റ്റ് അതിൽ നിന്നൊരു ചെറിയ കുറവെല്ലാം നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം. റേറ്റിൽ മാത്രമല്ല, നമുക്കത് വരുന്ന റിഡക്ഷൻസ് ഉണ്ടാവുമല്ലോ, എക്സ്പെൻസസ് മീറ്റ് ചെയ്യാം, അതെല്ലാം സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഒരു ഈ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറ്റുന്ന വന്നാൽ തന്നെ പോലെ നമ്മൾ പകുതി സേഫ് ആണ്. അതിപ്പോൾ സേഫ് ആണ്. അതെ കുറച്ചുകൂടി ബെനിഫിറ്റ് നമുക്ക് അതെ അതെ. ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും വർഷങ്ങളിൽ വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരുപാട് സംശയങ്ങൾ ക്രിപ്റ്റോ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ, ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള കുറേ സംശയങ്ങളുണ്ട്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം പുതിയ അറിവുകൾ ഉണ്ടാവാനും നമ്മളെ ഒരുപാട് സംശയങ്ങൾ ക്ലിയർ ചെയ്യാനും സനാദ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സോ വളരെ വലിയൊരു നന്ദി ആദ്യമേ തന്നെ പറയാണ്. ആൻഡ് സനാദ്, നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനായിട്ടുണ്ട് അവസാനമായിട്ട്? നമ്മുടെ ഈ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ക്രിപ്റ്റോ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാനായിട്ട് ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്കൊന്ന്. ഓക്കെ. അപ്പോൾ ഡേ ബൈ ഡേ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ഇതിൽ കൂടി വരികയാണ്. സോ എല്ലാ എക്സ്ചേഞ്ചസും ഇനി FIU രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ റിപ്പോർട്ടിംഗ് കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിന് അവൈലബിൾ ആയിരിക്കും. അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻകം മാക്സിമം ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇൻകം ടാക്സ് ഓഫീസേഴ്സിനും അതോറിറ്റീസിനും ഒക്കെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അതേപോലെ ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലുള്ള റിപ്പോർട്ട്സ് അത് എപ്പോൾ വേണമെങ്കിലും വന്ന് ആക്സസ് ചെയ്യാനുള്ള, അത് ചെക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇൻകം ടാക്സ് ആക്ടിൽ തന്നെയുണ്ട്. സോ അത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ തന്നെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത്
മുൻപത്തെ വർഷങ്ങളിൽ പോലും റെക്കോർഡ്സ് അവർക്ക് ആക്സസ് ചെയ്ത് നോക്കാനും എന്തെങ്കിലും ഫ്രോഡോ അതല്ലെങ്കിൽ ഹൈഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ അവർക്കുണ്ട്. സോ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫുൾ ഡിസ്ക്ലോസ് ചെയ്ത് പ്രോപ്പറായിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ ശ്രമിക്കുക. TDS റിഡക്ഷൻ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ITR ഫോംസ് എടുക്കുന്നത് നമ്മൾ തെറ്റായിട്ട് എന്തെങ്കിലും ഡിഡക്ഷൻസോ അതല്ലെങ്കിൽ എക്സ്പെൻസസോ അവൈൽ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അതേപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ വെരിഫൈ ചെയ്യുക. എല്ലാ ഇൻകംസും കാണിച്ചെന്ന് ഉറപ്പ് വരുത്തുക. ITR ഫയൽ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ഇൻകംസും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്യുക. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് വെരിഫൈ ചെയ്യുക. ടാക്സ് ഇവേഷൻ്റെ ഒരു സ്കോപ്പിലേക്ക് പോവാതെ മാക്സിമം എല്ലാം ഡിസ്ക്ലോസ് ചെയ്യുക. ഫ്യൂച്ചറിലേക്ക് അതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും വളരെ സേഫ് ആയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഭാവിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും കറക്റ്റായിട്ട് ചെയ്തു പോവുക. ആൻഡ് സനാദ് ഇത്രയും നേരം നമ്മളോടൊപ്പം ഇരുന്നിട്ട് നമ്മുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്ത് തന്നതിന് വളരെ വലിയൊരു നന്ദി പറയാണ്. സോ താങ്ക് യു. താങ്ക് യു.